എല്ലാവരും നാമം ചോദിക്കൂ. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ ഭാസതാം ഹൃദയേ മമ. ശശ്വൽസ്വരൂപമഹസൈവ നിപീതഭേദമോഹായ ബോധധിഷണായ നമഃ പരസ്മൈ. വിശ്വോദ്ഭവസ്ഥിതിലയേഷു നിമിത്തലീലാരാസായതേ നമേദം ചകർമ്മേശ്വരായ. സായംകാലേ വനാന്തേ കുസുമിതസമയേ സൈകതേ ചന്ദ്രികായാം ത്രൈലോക്യാകർഷണാംഗം സുരവരഗണികാമോഹനാപാംഗമൂർത്തിം സേവ്യം ശൃംഗാരഭാവേ നവരസഭരിതേർ ഗോപകന്യാസഹസ്രൈ വന്ദേഹം രാസകേളീരഥം അതിസുഭഗം വശ്യഗോപാലകൃഷ്ണം. ഗുരുവായൂരപ്പ. ശ്രീ ഗുരുവായൂരപ്പൻ ഈ പ്രപഞ്ചത്തിനെ ഏതെല്ലാം പ്രകാരത്തിലാണ് ആനന്ദിപ്പിക്കുക എന്ന് പറയാൻ വയ്യ. ഭഗവാൻ തന്നെ ആനന്ദ സ്വരൂപമാണ്. ഈ ആനന്ദം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രംഗമാണ് രാസലീല. രാസം എന്നുള്ള വാക്കിന് രസോ വൈസ രസ ഏവ രാസ എന്ന് തൈത്തിരീയോപനിഷത്ത്. രസം എന്ന് പറഞ്ഞാൽ ആനന്ദം എന്നർത്ഥമുണ്ട്. ഇപ്പം രാസലീല എന്ന് പറഞ്ഞാൽ ആനന്ദലീലയാണ്. ആനന്ദവും സുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. സുഖം എന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ അഭാവമാണ് സുഖം. ദുഃഖമില്ലാത്ത അവസ്ഥയെ നമ്മൾ സുഖം എന്ന് പറയും. അപ്പോൾ സുഖവും ദുഃഖവും മാറി മാറി വരും. ആനന്ദം അതല്ല. സുഖത്തിനും ദുഃഖത്തിനും അപ്പുറത്തുള്ളൊരവസ്ഥയാണ് ആനന്ദാവസ്ഥ. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദ സ്വരൂപമാണ്. ഈ ആനന്ദ സ്വരൂപിയായിട്ടുള്ള ഭഗവാനെ സമീപിക്കുന്നവർക്കൊക്കെ ഭഗവാൻ ആനന്ദം കൊടുക്കും. അതുകൊണ്ടാണ് മേൽപ്പത്തൂര് ഹന്തഭാഗ്യം ജനാന. ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നവർക്കൊക്കെ ഗുരുവായൂരപ്പൻ ആനന്ദം കൊടുക്കും. അപ്പോൾ ഭഗവാന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ്. അതേസമയത്തോ നമ്മുടെ ജീവനും ഈശ്വര സ്വരൂപമാണ്. ജീവൻ ഈശ്വര സ്വരൂപമാണെങ്കിൽ ജീവനും ആനന്ദം ഉണ്ടാവണ്ടേ? യുക്തിപൂർവ്വം ആലോചിച്ച് നോക്കുക. ഈശ്വരൻ ആനന്ദ സ്വരൂപനാണ്. ജീവൻ ഈശ്വര സ്വരൂപനാണെങ്കിൽ ഈശ്വരൻ്റെ ആനന്ദം ജീവനും എല്ലായ്പ്പോഴും ഉണ്ടാവണ്ടേ? അപ്പോൾ നമ്മുടെയൊക്കെ ജീവൻ എന്തുകൊണ്ട് ആനന്ദ സ്വരൂപം അല്ലാത്തത്? ഇപ്പോൾ പഞ്ചസാര കൊണ്ട് ലഡു ഉണ്ടാക്കിയാൽ പഞ്ചസാരയ്ക്ക് മധുരമുണ്ട്, ഇപ്പോൾ ലഡുവിന് മധുരം ഉണ്ടാവണ്ടേ? പഞ്ചസാരയ്ക്ക് മധുരമാണെങ്കിൽ ലഡുവിന് കയ്പ് വരുമോ? വരില്ലല്ലോ. അപ്പോൾ ഈശ്വരൻ ആനന്ദ സ്വരൂപനാണെങ്കിൽ ജീവനും ആനന്ദ സ്വരൂപനാവണ്ടേ? പക്ഷെ ജീവൻ എപ്പോഴും എന്താ ദുഃഖം അനുഭവിക്കാൻ കാരണം? ഈ അന്വേഷണമാണ് എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളും. എന്തുകൊണ്ടാണ് ജീവന് ദുഃഖം ഉണ്ടാവുക? ദുഃഖത്തിന് എന്താ കാരണം? ദുഃഖത്തിൻ്റെ കാരണം മനസ്സിലാക്കിയാൽ ദുഃഖം ഇല്ലാതാക്കാം. അതിനെന്ത് വേണം? എന്താണ് ജീവനും ഈശ്വരനും നമ്മൾ വ്യത്യാസം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു കവി പറഞ്ഞു, ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി യദുക്തം ഗ്രന്ഥകോടിഭി ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. കോടാനുകോടി ഗ്രന്ഥങ്ങളിൽ, വേദാന്ത ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ വിഷയങ്ങളെ മുഴുവൻ ശ്ലോകാർത്ഥേന പ്രവക്ഷ്യാമി, ശ്ലോകം കൊണ്ട് പറഞ്ഞു തരാമെന്നാണ്. ശ്ലോകം മതി. എന്താ ശ്ലോകം? ബ്രഹ്മസത്യം ജഗന്മിഥ്യ ജീവോ ബ്രഹ്മൈവ നാപര. ബ്രഹ്മം മാത്രമാണ് സത്യം, ജഗത്ത് മിഥ്യയാണ്, ജീവനും ബ്രഹ്മവും രണ്ടല്ല. ഇതാണ് എല്ലാ വേദാന്ത ശാസ്ത്രത്തിൻ്റെ ഒരു സംഗ്രഹം. ബ്രഹ്മം സത്യമാണെന്ന് അറിഞ്ഞ ആൾക്ക് മാത്രമേ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ള ബോധ്യം വരും. അല്ലാത്ത ഒരാളോടത് പറയരുത്. ഇപ്പം നമുക്കൊക്കെ എൻ്റെ കുഴപ്പമുണ്ട്. എല്ലാവരിലും വേദാന്തം പറയും. വേദാന്തം എല്ലാവരോടും പറയാനുള്ള വിഷയമല്ല. അവരാകെ എന്താ പറയുക, ചിന്താകുഴപ്പത്തിലാവും അല്ലേ? എല്ലാവരിലും ഈ വേദാന്തം അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അതിന് യോഗ്യന്മാരായിട്ടുള്ള ആളുകളോട് മാത്രമേ വേദാന്തം പറയാവൂ. ഇപ്പോൾ ബ്രഹ്മം സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് മാത്രമേ ജഗത്ത് വിദ്യയാണെന്ന് ബോധ്യപ്പെടൂ.
അല്ലാത്തടത്തോളം കാലം അയാളോട് ജഗത്ത് മിഥ്യയാണെന്ന് മാത്രം പറഞ്ഞാൽ അയാൾ ആകെ ചിന്താക്കുഴപ്പത്തിലാവും. അതാണ് ഗീത പറഞ്ഞത്, എന്ന ബുദ്ധിഭേദം ജനേത് അജ്ഞാനാം കർമ്മസംഖ്യനാം. അവരുടെ മനസ്സാകെ ചിന്താക്കുഴപ്പത്തിലാവും. അപ്പോൾ ബ്രഹ്മം സത്യമാണ് എന്നറിഞ്ഞ ഒരാൾക്ക് ജഗത്ത് മിഥ്യയാണെന്ന് മനസ്സിലാവും. അപ്പോഴോ ജീവോ ബ്രഹ്മൈവ നാപര, ജീവനും ബ്രഹ്മവും രണ്ടല്ല എന്ന് ബോധ്യം വരും. അപ്പോൾ ജീവനെ ബ്രഹ്മഭാവത്തിലേക്ക് മാറ്റുകയല്ല, ഒരു പരിണാമമല്ല, ജീവൻ ബ്രഹ്മമാണെന്ന് തിരിച്ചറിയുകയാണ്, ഒരറിവാണ്, അല്ലാതെ പുതുതായിട്ടൊന്നും കിട്ടുകയല്ല. അപ്പോൾ പിന്നെ എന്താണ് ജീവനും ബ്രഹ്മവും തമ്മിൽ വ്യത്യാസം വരാൻ കാരണം? അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ. ജീവനും ബ്രഹ്മം ഒന്നാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മം ആനന്ദ സ്വരൂപവും ജീവൻ എപ്പോഴും ദുഃഖസ്വരൂപമാവാൻ എന്താ കാരണം? അതിന് കാരണം ഉപാധികളാണ് കാരണം. ആനന്ദം അല്ലെങ്കിൽ ബ്രഹ്മം ഒരു ഉപാധിയിലിരിക്കുമ്പോൾ അതിനെ ജീവൻ എന്ന് പറയും, ഉപാധി ഇല്ലാതിരിക്കുമ്പോൾ അതിനെ ബ്രഹ്മം എന്ന് പറയും. ഉപാധിയിൽപ്പെട്ടാൽ അത് ജീവനായി, ഉപാധി ഇല്ലെങ്കിൽ ബ്രഹ്മമായി. എന്താ ഈ ഉപാധി? ഉപാധികൾ 4 മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. എന്തൊക്കെയാ? മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഈ 4 ഉപാധികളാണുള്ളത്. ഈ അഹങ്കാരത്തിൻ്റെ മറ്റുപാധികൾ ഞാനിപ്പോൾ തൽക്കാലം വിടുകയാണ്, കാരണം അത് പറഞ്ഞാൽ വേറെ വിഷയത്തിലേക്ക് പോകും. ഇത് 4ാമത്തെ ഉപാധിയാണ് അഹങ്കാരം. ഈ അഹങ്കാരത്തിൻ്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള ഭാവമാണ് ശരീരാഭിമാനം. ശരീരാഭിമാനമാണ് ഏറ്റവും വലിയ അഹങ്കാരം. ഈ അഹങ്കാരം വരുമ്പോൾ, ഈ അഭിമാനം വരുമ്പോൾ ഞാൻ ശരീരമാണ്, ഞാൻ ഇന്ന ആളാണ്, ഇതാണ് ഏറ്റവും മൂർത്തമായിട്ടുള്ള ഭാവം. എല്ലാ ആശ്രമത്തിൽപ്പെട്ടവർക്കും എല്ലാ വർണ്ണങ്ങളിൽപ്പെട്ടവർക്കും ഈ അഭിമാനമുണ്ട്. എല്ലാവർക്കും അഭിമാനമുണ്ട്. ഈ ഒരു ഗുരുനാഥൻ്റെ അടുത്ത് ഒരു ഗൃഹസ്ഥൻ ചെന്ന് പറഞ്ഞു, എനിക്ക് സന്യാസം വേണമെന്ന് പറഞ്ഞു. ഗൃഹസ്ഥൻ പറഞ്ഞു, എനിക്ക് സന്യാസം വേണം. അപ്പോൾ ആ ഗുരുനാഥൻ പറഞ്ഞു, അങ്ങക്കിപ്പോൾ ഗൃഹസ്ഥനാണെന്നൊരു അഭിമാനമുണ്ട്, സന്യാസി ആയാലോ? ഞാൻ സന്യാസിയാണെന്നുള്ള അതൊരു അഭിമാനമല്ലേ, അല്ലേ? അപ്പോൾ ഏത് തരത്തിലുള്ള അഭിമാനവും അഹങ്കാരത്തിൻ്റെ ഒരു ഭാവമാണ്. അത് ശരീരാഭിമാനം, അതുപോലെ തന്നെ അറിവിനെക്കുറിച്ചുള്ള അഭിമാനം, പണത്തിനെക്കുറിച്ചുള്ള അഭിമാനം, ഇതൊക്കെ വരും. അപ്പോൾ ഏറ്റവും സമൂർത്തമായത് മനസ്സ്, ബുദ്ധി, ചിത്തം, ഇതിലേറ്റവും മൂർത്തമായിട്ടുള്ള ഭാവം ശരീരാഭിമാനം, അഹങ്കാരമാണ് ഏറ്റവും മൂർത്തമായിട്ടുള്ള ഭാവം. അപ്പോൾ ഈ 4 ഉപാധികളെ വിട്ടുകഴിഞ്ഞാൽ ജീവനും ബ്രഹ്മവും രണ്ടല്ല. വ്യത്യാസം മനസ്സിലായോ? ജീവനും ബ്രഹ്മവും എന്നുള്ള വ്യത്യാസം എന്താ വെച്ചാൽ, ബ്രഹ്മം ഉപാധിരഹിതമാണ്, ജീവൻ ഉപാധിബദ്ധമാണ്. എപ്പോഴാണോ ഉപാധികൾ ഇല്ലാതാവുക, അപ്പോൾ ആ ജീവനും ബ്രഹ്മവും രണ്ടല്ല. അതിന് ഭാഗവതം ബ്രഹ്മോപദേശത്തിൽ ഉദാഹരണം പറഞ്ഞത് ഘടാകാശവും മഹാകാശവും പോലെ. ആകാശം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്ന ആകാശം, കുടം എന്ന് പറഞ്ഞൊരു ഉപാധിയിലിരിക്കുമ്പോൾ അതിന് ഘടാകാശം എന്നുള്ള ഭാവം. കുടം പൊട്ടിക്കഴിഞ്ഞാലോ കുടത്തിനകത്തെ ആകാശവും പുറത്തുള്ള ആകാശവും ഒന്നായില്ലേ? അപ്പോൾ ഇവിടെ ശരീരാഭിമാനമാണ് ഏറ്റവും മൂർത്തമായിട്ടുള്ള ഉപാധി. ഈ ഉപാധികൾ നശിച്ചു കഴിഞ്ഞാൽ ജീവനും ബ്രഹ്മവും രണ്ടല്ല. അപ്പോൾ ഈ വേദാന്ത പഠനത്തിൻ്റെ മുഴുവൻ ലക്ഷ്യം ഈ ഉപാധികളെ ഇല്ലാതാക്കലാണ്. മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഈ ഉപാധിനാശമാണ് എല്ലാ വേദാന്ത ശാസ്ത്രത്തിൻ്റെയും ലക്ഷ്യം. പക്ഷേ നമ്മൾ ഉപാധികൾ ഉപേക്ഷിക്കാൻ തയ്യാറില്ല. ഇതാണ് എഴുത്തച്ഛൻ പറഞ്ഞത്, ഔദുംബരത്തിൽ മശകത്തിന് തോന്നും ഇതിന്മീതെ കഥാപി സുഖമില്ല. ആ ശരീരത്തിലിരിക്കുമ്പോൾ അതിൽ അഭിമാനം വരും, ആസക്തി വരും, പിന്നെ അത് ഉപേക്ഷിക്കാൻ വയ്യാതാവും. എത്രയോ ജന്മങ്ങളായി എത്രയോ ശരീരങ്ങളിൽ കൂടി സഞ്ചരിച്ച് ജീവൻ അഭിമാനബദ്ധമായി പോകും. ആ ഉപാധികളെ വിടാൻ നമ്മൾ തയ്യാറില്ല. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ എന്താ ചെയ്തത്? ഈ ഉപാധികളെ മുഴുവൻ ഭഗവാൻ മോഷ്ടിച്ചെടുത്തു. നമ്മൾ കൊടുക്കാൻ തയ്യാറില്ലാത്ത ഉപാധികളെ മുഴുവൻ ഭഗവാൻ മോഷ്ടിച്ചെടുത്തു. അതുകൊണ്ടാണ് ബഡാ ചിത്തചോര, അല്ലേ? മീരാബായി പാടി ബഡാ ചിത്തചോര, വൃജേ വസന്തം നവനീതചോരം വൃജംഗനാനാം ചതുകൂലചോരം അനേകജന്മാർജിത പാപചോരം ചോരാഗ്രഗണ്യം തമഹം ഭജാമി. ലോകത്തിലെ കള്ളന്മാരുടെ പേരെഴുതിയാൽ ആദ്യം എഴുതേണ്ട പേരാണ് ശ്രീകൃഷ്ണൻ, ഒന്നാന്തരം കള്ളൻ. വൃജേ വസന്തം നവനീതചോരം വൃജംഗനാനാം ചതുകൂലചോരം. പിന്നെ അവിടുന്ന് എന്താ മോഷ്ടിച്ചത്? അനേകജന്മാർജിത പാപചോരം. എത്രയോ ജന്മങ്ങളിൽ നമുക്കുണ്ടായ ഈ ബദ്ധഭാവം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, ഈ സംബന്ധത്തിനെ ഭഗവാൻ അപഹരിക്കുകയാണ്. നമ്മൾ കൊടുക്കാൻ തയ്യാറില്ല, ഭഗവാൻ അപഹരിച്ചു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ കൃഷ്ണനല്ലേ? മഹാഭാരത യുദ്ധത്തിൽ പരസൈനിക ആയുരക്ഷണാഹൃതവതി
ശത്രു സൈന്യത്തിൻ്റെ ആയുസ്സിനെ മുഴുവൻ കണ്ണുകൊണ്ട് അപഹരിച്ചില്ലേ ഭഗവാൻ? കൃഷ്ണാവതാരത്തിലോ ആദ്യം മുതൽ അവസാനം വരെ അപഹാരലീലയാണ്, മോഷണലീലയാണ് കൃഷ്ണാവതാരം മുഴുവൻ. കാരണം ജീവൻ ഉപേക്ഷിക്കാൻ തയ്യാറില്ലാത്ത ഉപാധികളെ ജീവൻ അറിയാതെ ഭഗവാൻ മോഷ്ടിക്കുകയാണ്. ആദ്യം ഗോപിമാരുടെ മനസ്സ് മോഷ്ടിച്ചു. വൃന്ദാവനത്തിൽ ഭഗവാന്റെ ലീലകളുടെ താഴികക്കുടമാണ് ഈ രാസലീല. രാസലീലയിലേക്ക് എത്തണമെങ്കിൽ അതിന് മുമ്പുള്ള കഥകളൊന്ന് സ്മരിക്കണം. രാസലീല പെട്ടെന്ന് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, രാസം എന്നുള്ള വാക്കിന് തന്നെ ദേവാനാം രസനം എന്നൊരു നിർവചനമുണ്ട്. ദേവന്മാർ ആസ്വദിക്കുന്നതാണ് രാസലീല എന്നാണ്. ആ നിലയിലേക്ക് എത്തണമെങ്കിൽ അതിന് മുമ്പുള്ള കഥകൾ മനസ്സിലാക്കണം. ആദ്യം ഭഗവാൻ ഗോപിമാരുടെ മനസ്സ് മുഴുവൻ അപഹരിച്ചു. അതാണ് മേൽപ്പത്തൂർ പറഞ്ഞത്, ഹൃദയമഭിമുഷിത്വ ഹർഷസിന്ധോന്യഥാസ്ത്വം. ഗുരുവായൂരപ്പ, അവിടുന്ന് എന്താ മോഷ്ടിച്ചത്? ഹൃദയമഭിമുഷിത്വ, ഗോപിമാരുടെ മനസ്സ് മോഷ്ടിച്ചില്ലേ? കൃഷ്ണാവതാരം കഴിഞ്ഞ ദിവസം മുതൽ ഗോപിമാർക്ക്, യശോദയ്ക്ക്, രോഹിണിക്ക്, വൃന്ദാവനത്തിലെ ഗോപന്മാർക്ക് കൃഷ്ണനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയായില്ലേ? മനസ്സ് മോഷ്ടിച്ചു, അഹങ്കാരം മോഷ്ടിച്ചു. യശോദാദേവി ഒരു കഷ്ണം കയറും കൊണ്ട് ഭഗവാനെ കെട്ടിയിടാൻ പുറപ്പെട്ടപ്പോൾ അവസാനം യശോദയുടെ അഹങ്കാരം മുഴുവൻ തീർന്നു. എന്നിട്ടോ ഭഗവാൻ തന്നെ കെട്ടിന് വഴങ്ങിക്കൊടുത്തില്ലേ? അപ്പോൾ യശോദയുടെ അഹങ്കാരം പോയി. അതുപോലെ ഗോപിമാർ ബുദ്ധിപൂർവ്വം സൂക്ഷിച്ചു വെച്ച സാധനങ്ങൾ മുഴുവൻ ഭഗവാൻ മോഷ്ടിച്ചു. വെണ്ണയും പാലും എവിടെയൊക്കെ സൂക്ഷിച്ചു വെച്ചാലും ഭഗവാൻ കണ്ടുപിടിച്ചു. അപ്പോൾ അവരുടെ മനസ്സ് പോയി, ബുദ്ധി പോയി, അഹങ്കാരം പോയി. അവസാനം ശേഷിച്ചതാണ് ശരീരാഭിമാനം. 4 ഉപാധികൾ പറഞ്ഞല്ലോ, 4ാമത്തെ ശരീരാഭിമാനം. ഈ ശരീരാഭിമാനം എപ്പോഴാണ് പോയത്? വസ്ത്രാപഹാരലീലേ. കാത്യായനി വ്രതം അനുഷ്ഠിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു, കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിമ്പേ കുരുതേ നമ എന്ന് പ്രാർത്ഥിച്ച് ആ കാളിന്തിയിൽ മുങ്ങിക്കിടന്ന ഗോപിമാരുടെ വസ്ത്രങ്ങൾ മുഴുവൻ അപഹരിച്ച് അവരുടെ ശരീരാഭിമാനം ഇല്ലാതാക്കി തീർത്തില്ലേ? അപ്പോൾ 4 ഉപാധികളാണ്: മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇതാണ് വൃന്ദാവനത്തിൽ ഭഗവാൻ എന്താ മോഷ്ടിച്ചത്? നമ്മൾ തുടങ്ങിയപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ. പക്ഷേ ഈ കള്ളൻ എന്താ മോഷ്ടിച്ചത്? സാധാരണ കള്ളന്മാരൊക്കെ വില പിടിച്ച വല്ല ആഭരണങ്ങളോ പണമോ ഒക്കെ അല്ലേ മോഷ്ടിക്കുക. ഈ കള്ളൻ വൃന്ദാവനത്തിൽ എന്താ മോഷ്ടിച്ചത്? 4 സാധനങ്ങളെ മോഷ്ടിച്ചിട്ടുള്ളൂ. എന്തൊക്കെയാ? വെണ്ണ, പാല്, തൈര്, ഗോപിമാരുടെ വസ്ത്രം. വേറെ എന്തെങ്കിലും മോഷ്ടിച്ചോ? കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ വൃന്ദാവനത്തിലെ ശർക്കര മോഷ്ടിച്ചെന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഓ, പണം മോഷ്ടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ആഭരണം മോഷ്ടിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? ആകെ മോഷ്ടിച്ചത് 4 സാധനമേ ഉള്ളൂ: വെണ്ണ, പാല്, തൈര്, പിന്നെ ഗോപിമാരുടെ വസ്ത്രം. അതെന്താ? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ശരീരാഭിമാനം. ഈ 4 പോയപ്പോൾ അവരൊക്കെ ശുദ്ധഭാവപ്രസാദിത, അവരൊക്കെ ശുദ്ധഭാവത്തിലെത്തി. എന്നിട്ടാണ് ഭഗവാൻ അവരെ രാസലീലയിലേക്ക് ക്ഷണിച്ചത്. ഇപ്പോൾ രാസലീല, വൃന്ദാവന ലീലകളുടെ ഒരു താഴികക്കുടമാണ് രാസലീല. അതിൻ്റെ പരമകാഷ്ഠയാണ് രാസലീല. അതുകൊണ്ടാണ് ഈശ്വരസ്യ മായ സ്ത്രീ സംഭോഗ ഇത് രാസ എന്നൊരു നിർവചനമുണ്ട്. ഈശ്വരൻ തൻ്റെ ശക്തി കൊണ്ട് ആ സ്ത്രീകളെ മുഴുവൻ ആനന്ദിപ്പിച്ചതാണ് രാസലീല എന്നൊരർത്ഥം. രസോ വൈസ, രസങ്ങളുടെ രാജാവാണ് രാസൻ. അതുകൊണ്ടാണ് അതിന് മഹാരാസം എന്നിവിടെ പേര് കൊടുത്തത്. മഹാരാസം, ഏറ്റവും പരമായ ആനന്ദം അനുഭവിപ്പിച്ച കഥയാണ് രാസലീല എന്നർത്ഥം. അപ്പോൾ വൃന്ദാവനത്തിലെ ഗോപിമാർക്ക് ഭഗവാനോട് എന്തെന്നില്ലാത്ത പ്രേമഭാവം വന്നു. അവർ അഭിമാനം നഷ്ടപ്പെട്ടു. അതേപോലെ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇതൊക്കെ ഭഗവാൻ അപഹരിച്ചു. ഇനി എന്ത് വേണം? അവർക്ക് ഭഗവാനുമായിട്ടുള്ള തന്മയീഭാവം മാത്രം മതി. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അവരെ ആ ഏകാന്തമായ ശരത്കാല രാത്രിയിൽ തൻ്റെ വേണുഗാനം കൊണ്ട് ഗോപിമാരെ മുഴുവൻ വിളിച്ചു വരുത്തുകയല്ലേ. ഈ വൃന്ദാവന ലീലകളിൽ ഈ രാസലീലയ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഭഗവാന്റെ 4 ലീലകൾക്കാണ് പ്രാധാന്യം എന്നാണ് പറയുക. അതിൽ ആദ്യത്തേത് ഭഗവാന്റെ വിപ്രപത്നിമാരെ അനുഗ്രഹിച്ചൊരു കഥ, അതുപോലെ വസ്ത്രാപഹാര ലീല, അതുപോലെ ഗോവർദ്ധനോദ്ധാരണം, രാസലീല. 4 ലീലകൾക്ക് പ്രാധാന്യം കൊടുത്തു അത്രേ. അതിൽ ഈ വസ്ത്രാപഹാര ലീല കൊണ്ട് ഭഗവാൻ ബ്രഹ്മചാരികളെ അനുഗ്രഹിച്ച കഥയാണ്. അവർ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ച് 1 മാസം വ്രതം അനുഷ്ഠിച്ചിരുന്ന ഗോപിമാരെ അനുഗ്രഹിച്ച കഥയാണല്ലോ. അപ്പോൾ ആ വസ്ത്രാപഹാര ലീല ബ്രഹ്മചാരികളെ അനുഗ്രഹിച്ച കഥയാണ്. അതേപോലെ തന്നെ ഗൃഹസ്ഥന്മാരെ അനുഗ്രഹിച്ച കഥയാണ് വിപ്രപത്നിമാരെ അനുഗ്രഹിച്ച കഥ. ബ്രാഹ്മണ സ്ത്രീകളെ അനുഗ്രഹിച്ച കഥ, ഗൃഹസ്ഥനെ അനുഗ്രഹിച്ച കഥയാണ്. അതുപോലെ
വാനപ്രസ്ഥന്മാരെ അനുഗ്രഹിച്ച കഥയാണ് ഗോവർദ്ധനോദ്ധാരണം. ഗോവർദ്ധനം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താ? വാക്കിൻ്റെ അർത്ഥം ആലോചിച്ചാൽ തന്നെ പിടികിട്ടും. ഗോ എന്നുള്ള വാക്കിന് ജ്ഞാനം എന്ന അർത്ഥമുണ്ട്. ഇപ്പോൾ ഗോവർദ്ധനം എന്ന് വെച്ചാൽ ജ്ഞാനത്തിനെ വർദ്ധിപ്പിച്ച കഥയാണ് ഗോവർദ്ധനോദ്ധാരണം. അത് കഴിഞ്ഞ് നാലാമത് സന്യാസിമാരെ അനുഗ്രഹിച്ച കഥയാണ് രാസലീല. ഇപ്പോൾ ബ്രാഹ്മണൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, സന്യാസി, ഈ 4 ആശ്രമങ്ങളെ അനുഗ്രഹിച്ച കഥയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ദശമത്തിലെ കഥകൾ മുഴുവൻ. അതിൽ അവസാനമാണ് ഗോപിമാരെ അനുഗ്രഹിച്ച കഥ. ഗോപിമാർക്കിപ്പോൾ അവസ്ഥ എന്തായി? തന്മനസ്കാ തദാലാപ തദ്വിചേഷ്ടാ തദാത്മിക. അവർക്ക് ഭഗവാനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കാൻ വയ്യാത്ത അവസ്ഥയായി. അന്ന് ഭഗവാൻ അവർക്ക് വാക്ക് കൊടുത്തിരുന്നു, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ ഞാൻ സാധിപ്പിച്ചു തരാം വസ്ത്രാപഹാരം കഴിഞ്ഞ സമയത്ത്. അങ്ങനെയാണ് അതിമനോഹരമായ ശരത്കാല രാത്രിയിൽ ഭഗവാനപിതാരാത്രി ശരദോത്ഫുല്ല മല്ലിക വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. രാസലീല ആരംഭിക്കുന്നത് ഈ ഒരു ശ്ലോകത്തിലാണ്. ഇതിന് 5 അധ്യായമാണ് ഭാഗവത്തിലെ. രാസപഞ്ചാധ്യായി എന്ന് പ്രസിദ്ധമാണ്. ഭാഗവതത്തിൻ്റെ 5 പ്രാണനാണ് ഈ 5 അധ്യായങ്ങളെന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഈ രാസപഞ്ചാധ്യായിലെ ശ്ലോകങ്ങൾക്കൊക്കെ നമ്മൾ കേൾക്കുന്ന ഒരർത്ഥമല്ല. പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കേൾക്കുന്ന ഒരർത്ഥമല്ല. സാധാരണ ഈ സംസ്കൃത ഭാഷയ്ക്ക് തന്നെ 3 വിധ അർത്ഥം പറയാറുണ്ട്. ഒന്ന് വൈദികമായിട്ടുള്ള അർത്ഥം, ഒന്ന് പരകീയമായിട്ടുള്ള അർത്ഥം, ഒന്ന് സാമാന്യമായിട്ടുള്ള അർത്ഥം. ഒരേ വാക്കിന് തന്നെ സാമാന്യമായൊരു അർത്ഥം ഉണ്ടാവും, അതിന് പരകീയമായിട്ടുള്ള അർത്ഥം ഉണ്ടാവും, വേദാന്തപരമായിട്ടുള്ള അർത്ഥം ഉണ്ടാവും. അതിൽ ഇവിടെ ഭഗവാനപിതാ രാത്രി എന്നൊരു വാക്കുണ്ട് അവിടെ. രാത്രി എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ എന്താ അർത്ഥം? രാത്രി, പകലല്ലാത്ത രാത്രി. ഇവിടെ വേറൊരു അർത്ഥമുണ്ട്. രാതി ത്രായതി ഇത് രാത്രി. ഏതൊരു ഈശ്വരനാണോ ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആ ഭഗവാനപിതാരാത്രി ശരദോത്ഫുല്ല മല്ലിക വീക്ഷരന്തും മനശ്ചക്രേ. ഭഗവാൻ തീരുമാനിച്ചു രാസലീല നടത്താൻ, ഗോപിമാരല്ല. ഭഗവാൻ തീരുമാനിച്ചു രാസലീല നടത്താൻ. വീക്ഷരന്തും മനശ്ചക്രേ. എന്നിട്ടോ യോഗമായാമുപാശ്രിത. യോഗമായയുടെ സഹായത്തോടുകൂടി ഭഗവാൻ ഒരു രംഗമൊരുക്കുകയാണ്. സകല മനസ്സുകളും കാമവികാരം നിറയുന്ന ഒരവസ്ഥ. കൃഷ്ണാവതാരത്തിൽ ഭഗവാൻ കാമനെ ജയിച്ച കഥയാണ് രാസലീല എന്ന് പറയും. കാരണം ഭഗവാൻ ഈ മറ്റുള്ള ദേവന്മാരെ ഒക്കെ ഭഗവാൻ ജയിച്ചപ്പോൾ കാമദേവനൊരു അഹങ്കാരം വന്നു അത്രേ. കാരണം കാമനെ ദഹിപ്പിച്ച മഹാദേവൻ പോലും കാമന് വശങ്കതനായില്ലേ പാലാരിമന്ത്രം കഴിഞ്ഞപ്പോൾ. അപ്പോൾ കാമദേവനൊരു അഹങ്കാരം, ഈ കളിയൊന്നും എന്നോട് വേണ്ട. അപ്പോൾ ആ കാമദേവനെ ജയിച്ച കഥയാണ് ഇത്ര രാസലീല. അതാണ് അവിടെ ശരദോത്ഫുല്ല മല്ലിക വീക്ഷരന്തും മനശ്ചക്രേ യോഗമായാമുപാശ്രിത. അതിമനോഹരമായ ആ ശരത്കാല രാത്രി ഭഗവാന്റെ വേണുഗാനം. ആ വേണുഗാനം കേട്ടതോടുകൂടി ഗോപിമാരുടെ അവസ്ഥ എന്തായി? അവരെല്ലാം മറന്നു. പശുവിനെ കറന്ന ഗോപി പാത്രം താഴെയിട്ട് ഓടി. പാല് കാച്ചിക്കൊണ്ടിരുന്ന ഗോപി പാൽപാത്രം വാങ്ങി വച്ചില്ല. കുട്ടിക്ക് ഭക്ഷണം കൊടുത്ത ഗോപി ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞില്ല, അതിനു മുമ്പ് ഓടി. അതുമാത്രമല്ല, വേഷം കെട്ടിയിരുന്ന ഗോപിമാർക്കും ഒരു അബദ്ധം പറ്റി. ഒരു ഗോപി ഒരു കാതിൽ മാത്രമേ കമ്മലിട്ടുള്ളൂ, മറ്റേ കാതിൽ കമ്മലില്ല, ഓടി. വേറൊരു ഗോപി ഒരു കണ്ണ് എഴുതിയിട്ടുള്ളൂ, മറ്റേ കണ്ണ് എഴുതിയിട്ടില്ല, അപ്പോഴേക്ക് ഓടി. ഒരു ഗോപി അരയിലൊടുക്കേണ്ട വസ്ത്രം എടുത്ത് തോളത്തിട്ടു, തോളത്തൊടുക്കേണ്ട വസ്ത്രം എടുത്ത് അരയിലെടുത്തു. വ്യത്യസ്ത വസ്ത്രാഭരണ എന്നാണ്. ചില ആളുകൾ പകുതി വസ്ത്രം ധരിച്ചിട്ടുള്ളൂ. അവിടെ ഗുരുവായൂരപ്പനോട് മേൽപ്പത്തൊരു സ്വകാര്യം ചോദിച്ചു. ഗുരുവായൂരപ്പ, അന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വന്ന ഗോപിമാരിൽ ചിലരൊക്കെ നല്ലോണം വേഷം കെട്ടി വന്നു, ചിലരൊക്കെ പകുതി വേഷം കെട്ടി വന്നു. ഇതിൽ ആരാ ഗുരുവായൂരപ്പന് കൂടുതൽ ഇഷ്ടമായത്? നല്ലോണം വേഷം കെട്ടിയവരാണോ പകുതി വേഷം കെട്ടിയവരാണോ? അപ്പോൾ ഗുരുവായൂരപ്പൻ പറഞ്ഞു, എനിക്ക് ആ പകുതി വേഷം കെട്ടിയവരെ ഇഷ്ടമായതെന്ന്. എന്താണെന്നറിയോ? അവരെന്നെ വിചാരിച്ചപ്പോഴേക്ക് ശരീരബോധം ഇല്ലാതായില്ലേ. ഇതാണ് ഒരു ജീവൻ്റെ കുതിപ്പ്. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും അപ്പോഴേന്ന് പറഞ്ഞില്ലേ. ഈശ്വരപ്രാപ്തിക്ക് വേണ്ടി ജീവനുണ്ടാകുന്നൊരു കുതിപ്പാണ്. ആ സമയത്ത് ശരീരബോധം ഇല്ല. നമുക്കൊക്കെ അങ്ങനെയല്ല. അമ്പലത്തിൽ പോകുമ്പോഴാണ് കൂടുതൽ വേഷം കെട്ടല്ലേ. അമ്പലത്തിൽ പോകുമ്പോഴാണ് ശരീരാഭിമാനം കൂടുന്ന ആ സമയത്ത് ശരീരാഭിമാനം ഇല്ലാതോടി. എന്നാൽ വേറൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗോപി കണ്ണ് എഴുതിയിട്ടില്ലെങ്കിൽ മറ്റേ ഗോപി ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ അല്ലേ? ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ടല്ലോ. അപ്പോൾ ഒരു ഗോപി ഒരു കണ്ണ് എഴുതിയിട്ടുള്ളൂ, മറ്റേ കണ്ണ് എഴുതിയിട്ടില്ല. അപ്പോൾ മറ്റേ ഗോപി പറഞ്ഞു കൊടുക്കണ്ടേ, എടി പോയി മറ്റേ കണ്ണും കൂടി എഴുതിയിട്ട് വാന്ന് പറയണ്ടേ.
പക്ഷെ അത് തോന്നിയില്ല. അന്യോന്യം കണ്ടില്ല എന്ന്, അന്യോന്യം നോക്കിയില്ല. അപ്പം അത്ര പോലും ശ്രദ്ധയില്ല എന്നർത്ഥം. അതിസംഭ്രമത്തോടുകൂടി ഭഗവാന്റെ സമീപത്തേക്ക് ഓടി വരുന്നതും ഭഗവാൻ അവരെ സ്വീകരിക്കാൻ തയ്യാറായപ്പോഴാണ് അവർക്ക് കുറച്ചൊരു അഹങ്കാരം വന്നു. അതിൻ്റെ പേരാണ് സൗഭഗമതം എന്ന് അവിടെ പേര് പറഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പെട്ടെന്ന് അപ്രത്യക്ഷമായത്. അപ്പോൾ ഗോപിമാരുടെ അവസ്ഥ എന്തായി? തന്മനസ്കാ തദാലാപ തദ്വിചേഷ്ട തദാത്മിക തൽഗുണാനേവ ഗായന്ത്യോ നാത്മാകാരാണി സസ്മരൂ. എല്ലാം മറന്നു. ഭഗവാനെ കിട്ടാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായി. ഇത് ശ്രീനാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയും, തദ്വിസ്മരണേ പരമവ്യാകുലത. ഈശ്വരനിൽ പരിപൂർണമായി മനസ്സർപ്പിച്ച ഒരു ജീവനെ സംബന്ധിച്ച് ഒരു നിമിഷത്തെ ഈശ്വര വിയോഗം പോലും ഒരു മത്സ്യത്തിനെ കരയിൽ പിടിച്ചിട്ടതുപോലെ ഒരു പെടച്ചിലാണ് ജീവന്. ഭഗവാനെ കാണാതെ ഒരു നിമിഷം ഇരിക്കാൻ വയ്യ. അവരന്വേഷണം തുടങ്ങി. ആദ്യം തന്നെ ചില മരങ്ങളോടൊക്കെ ചോദിച്ചു, ഹേ മാവേ നീ കൃഷ്ണനെ കണ്ടോ? മാവ് മറുപടി പറയോ? ഹേ പ്ലാവേ നീ കൃഷ്ണനെ കണ്ടോ? അവരാരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ അവർക്ക് തോന്നി ഈ സംസ്കൃതത്തിൽ വൃക്ഷങ്ങളൊക്കെ പുല്ലിംഗങ്ങളും വള്ളികളൊക്കെ സ്ത്രീലിംഗങ്ങളാണ്. പുരുഷന്മാരോട് ചോദിച്ചാൽ സ്ത്രീകളുടെ ദുഃഖം അറിയില്ലല്ലോ. അപ്പോൾ സ്ത്രീകളോട് ചോദിക്കാൻ തീരുമാനിച്ചു, ഹേ മുല്ലവള്ളി നീ കൃഷ്ണനെ കണ്ടോ? പിച്ചകവല്ലി കൃഷ്ണനെ കണ്ടോ? മറുപടിയില്ല. അവരങ്ങനെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് ഒരു വള്ളിക്കുടലിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങക്കരച്ചിൽ. നോക്കുമ്പോൾ ഒരു ഗോപി ഒറ്റയ്ക്കിരുന്ന് കരയാണത്രേ. അതാണൊരു കവി പറഞ്ഞു, ശാരദ ചന്ദ്രിക എത്തി നോക്കിയിടുന്ന മാലതി കുഞ്ചത്തിനുള്ളിലായി കണ്ണനെ കാത്തും കൊണ്ടൊറ്റയ്ക്കുമേവുന്ന ധന്യയാം ഗോപിയായി തീർന്നാവൂ ഞാൻ. ഒരു ധന്യയായ ഗോപി ഒറ്റയ്ക്കിരുന്ന് കരയാണത്രേ. അതാരാണെന്ന് മേൽപ്പത്തൂരിനോട് ചോദിച്ചാൽ പറഞ്ഞു തരും. ആരാ? രാധാഭിതാം താവത് അജാതഗർവാം. രാധാദേവിയാണത്രേ. ഭാഗവതത്തിൽ രാധ എന്നൊരു വാക്കില്ല, രാധ എന്നുള്ള പദമില്ല. വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. അനേ ആരാധിതോ നൂനെന്നൊക്കെ വാക്കുണ്ട്. എന്താ രാധ ഇല്ലാത്തത്? ഇതിനെക്കുറിച്ച് പലരും പല വ്യാഖ്യാതാക്കാരും പല അഭിപ്രായം പറയും. ചിലർ പറയും ശ്രീശിവ ബ്രഹ്മർഷിക്ക് രാധ എന്നുള്ള നാമം ഉച്ചരിച്ചാൽ സമാധി അവസ്ഥയിലാകും അത്ര അദ്ദേഹം, അതുകൊണ്ട് പറഞ്ഞില്ല എന്ന് ചിലർ പറയും. വേറെ ചിലർ പറയും ആ വാക്ക് പറയേണ്ട ആവശ്യമില്ല, രാധ എന്നുള്ള വാക്ക് തിരിച്ചു പറഞ്ഞാൽ എന്താവും? ധാര, ഭക്തിധാരയാണ് ഭാഗവതം. അപ്പോൾ രാധ എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഭാഗവതം മുഴുവൻ രാധയാണ് അല്ലേ? ഭാഗവതം മുഴുവൻ ഭക്തിയുടെ ധാരയാണ്. മനസ്സ് നിരന്തരമായി ഭഗവാനിലേക്ക് ഒഴുകുന്ന ഭാവമാണല്ലോ ഭക്തിധാര. ഭാഗവതം മുഴുവൻ ഭക്തിധാര ആയതുകൊണ്ട് പ്രത്യേകിച്ച് രാധയുടെ പേര് പറയേണ്ട ആവശ്യമില്ല എന്ന് ചിലർ പറയും. ഇനി അതിനേക്കാളൊക്കെ യുക്തിസഹമായിട്ടൊരു വ്യാഖ്യാനമുണ്ട്. എന്താ? ഭാഗവതത്തിലെ വൈകുണ്ഠ വിഷ്ണുവാണ്, ഗോലോകൃഷ്ണനല്ല. ഈ ഭാഗവതത്തിൽ ശരിക്കും പറഞ്ഞാൽ മഹാവിഷ്ണു, വൈകുണ്ഠ വിഷ്ണു, അതുപോലെ തന്നെ വൃന്ദാവനത്തിലെ കൃഷ്ണൻ, വടപത്രശായി വിഷ്ണു, ഇങ്ങനെ 4 ഭാവങ്ങളുണ്ട്. അതിൽ വടപത്രശായി വിഷ്ണുവാണ് കരാരവിന്ദേന പദാരവിന്ദൻ നമ്മൾ കാണുക. അതുപോലെ തന്നെ ഗോലോക കൃഷ്ണനാണ് ദശമത്തിലെ കൃഷ്ണൻ. വൈകുണ്ഠ വിഷ്ണുവാണ് വൈകുണ്ഠം നിർമ്മിച്ചപ്പോൾ അവിടെ ഉണ്ടായ കൃഷ്ണൻ. പിന്നെ വൈകുണ്ഠ വിഷ്ണു, അതിന് മുമ്പ് സാക്ഷാൽ മഹാവിഷ്ണു സ്വരൂപം. ഇങ്ങനെ 4 വിഷ്ണുഭാവങ്ങൾ ഭാഗവതത്തിലുണ്ട്. അതിൽ ദശമസ്കന്ധത്തിലാണ് ഗോലോക കൃഷ്ണൻ ഉള്ള ആ ഭാവം ഉള്ളത്. രാധ ഗോലോകത്തിലേ ഉള്ളൂ, വൈകുണ്ഠത്തിൽ രാധയില്ല. ഉണ്ടോ? വൈകുണ്ഠത്തിൽ ലക്ഷ്മിയാണ്. ഇപ്പോൾ ഭാഗവതം ഗോലോകൃഷ്ണൻ്റെ കഥ പറയുന്ന ആ ഭാഗം ദശമം മാത്രമേ ഉള്ളൂ. അതിനൊരു സൂചനയുണ്ട്. ആ ഇന്ദ്രയാഗം കഴിഞ്ഞ് ഗോവർദ്ധന ഉദ്ധാരവും കഴിഞ്ഞ് ഗോവിന്ദാഭിഷേക സമയത്ത് ഗോലോകാത് ആവൃതൽ കൃഷ്ണ എന്നൊരു വാക്കുണ്ട് അവിടെ. ഗോലോകാൽ, അവിടെ ഗോലോകം എന്നൊരു വാക്ക് സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഗോലോകത്തിലാണ് രാധയുള്ളത്, വൈകുണ്ഠത്തിൽ രാധയില്ല, വൈകുണ്ഠത്തിൽ ലക്ഷ്മിയാണ്. അതുകൊണ്ടായിരിക്കാം ഭാഗവതത്തിൽ രാധ എന്നുള്ള വാക്ക് ഉപയോഗിക്കാത്തത്. ഏതായാലും ശരി, രാധാദേവിയെ കൂട്ടിന് കിട്ടി. അങ്ങനെ അന്വേഷണ സംഘം കാട് മുഴുവൻ അന്വേഷിച്ച് നടക്കുകയാണ്. കണ്ട മരങ്ങളോട് ചോദിച്ചു, വള്ളികളോട് ചോദിച്ചു. അവസാനം അന്വേഷണമൊക്കെ കഴിഞ്ഞ് നിസ്സഹായകളായിട്ട് ആ കാളിന്തി തീരത്ത് ഒരുമിച്ച് കൂടി അവർ ഭഗവാനെ വിളിച്ച് കരയാൻ ആരംഭിച്ചു. ആ കരച്ചിലിൻ്റെ പേരാണ് ഗോപികാഗീതം. എങ്ങനെ അവർ കരഞ്ഞത്? തന്മനസ്കാ തദാലാപ തദ്വിചേഷ്ട തദാത്മിക. അവർ ഭഗവാനെക്കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിച്ചില്ല. ഭഗവാനെ കിട്ടാതെ ഒരു നിമിഷം പോലും ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയിൽ നിസ്സഹായകളായിട്ടുള്ള ഗോപിമാർ ഭഗവാനെ വിളിച്ച് കരഞ്ഞ കരച്ചിലാണ് ഗോപികാഗീതം. ഒരു 19 ശ്ലോകമാണ് ഗോപികാഗീതം. ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അധ്യായങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ
ഈ രാസപഞ്ചാധ്യായമാണെന്ന് പറയും. ഈ രാസപഞ്ചാധ്യായയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏതാണെന്ന് ചോദിച്ചാൽ ഈ 31-ാമത്തെ അധ്യായം ഗോപികാഗീതാണെന്ന് പറയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് ചോദിച്ചാൽ തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തിതേ ഭൂരിതാജന. ഇതാണത്രേ ഭാഗവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 അധ്യായങ്ങൾ. രാസപഞ്ചാധ്യായി, അതിലേറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഈ ഗോപികാഗീതം, അതിലേറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം തവ കഥാമൃതം തുടങ്ങുന്ന ശ്ലോകം. ഇങ്ങനെയാണ് ഭക്തന്മാർ പറയുക. 19 ശ്ലോകമാണ്. അതിൽ ആദ്യം തന്നെ അവർ പറഞ്ഞു ഭഗവാനെ അവിടുത്തെ അവതാരം കഴിഞ്ഞതോടുകൂടി വൃന്ദാവനം ലക്ഷ്മി ദേവിയുടെ കളിസ്ഥലമായിട്ട് മാറി. ഗോപികാഗീത ആരംഭിക്കുന്നത് ജയതി തേധിക എന്നുള്ള പദത്തിലല്ലേ, ജയ എന്നുള്ള പദത്തിലാണ് ആരംഭിക്കുക. ഇതിനൊരു പ്രത്യേക താല്പര്യമുണ്ട്. ഇനി ശ്രുതിഗീത ആരംഭിക്കുമ്പോഴും ജയ എന്നുള്ള പദത്തിലാണ്, ജയ ജയ ജഹ്യത എന്നുള്ള പദത്തിലാണ് തുടങ്ങുക. അതെന്താ? ഈ ഗോപിമാരെന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങളാണ് അത്ര ഗോപിമാരായിട്ട് അവതരിച്ചത്. ഇത് ഗർഗഭാഗത്തിലൊക്കെ പറയും ഗോപ്യശ്വ ശ്രുതയജ്ഞേയ. ഭഗവാന്റെ അവതാര സമയത്ത് ഭഗവാൻ എല്ലാവരെയും ക്ഷണിച്ചു, നിങ്ങൾക്കൊക്കെ വരാം എൻ്റെ കൂടെ. അപ്പോൾ മഹർഷിമാർ വന്നു, ബ്രഹ്മാവ് വന്നു, മഹാദേവൻ വന്നു എന്നൊക്കെ പറയാറുണ്ട്. ഗോപിമാരാരായിട്ടാണ് വന്നത്? വേദമന്ത്രങ്ങളാണ് അത്ര ഗോപിമാരായിട്ട് വന്നത്. കാരണം വേദത്തിലിരുന്നാൽ ബ്രഹ്മം, സച്ചിദാനന്ദം, പരമാത്മാവ് എന്നൊക്കെ ഇങ്ങനെ പറയാനേ പറ്റൂ. ആ പരബ്രഹ്മത്തിനെ അനുഭവിക്കണമെങ്കിൽ, അല്ലേ, ആ പരബ്രഹ്മത്തിനെ കാണണമെങ്കിൽ വൃന്ദാവനത്തിൽ വരണ്ടേ? അവിടെ മഞ്ഞപ്പട്ടെടുത്ത് മയിൽപ്പീല് ചൂടി നീലമേഘ ശ്യാമളനായി കാലിൽ പൊഞ്ചിലമ്പും കയ്യിൽ ഓടക്കുഴലും ചുണ്ടിൽ മന്ദഹാസവും കണ്ണിൽ കാരുണ്യ കടാക്ഷവുമായി ഒഴുകി നടക്കുന്ന ഒരു നീലമേഘത്തിനെ കാണണമെങ്കിൽ എവിടെ വരണം? വൃന്ദാവനത്തിൽ വരണം. വേദത്തിലിരുന്നാൽ ബ്രഹ്മം ബ്രഹ്മം എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പോൾ വേദമന്ത്രങ്ങൾ ഗോപിമാരായിട്ട് വന്നതാണത്രേ. അതുകൊണ്ടാണ് വേദസ്തുതി ആരംഭിക്കുമ്പോഴും ജയ എന്നുള്ള പദത്തിലാണ്, ഗോപികാഗീതം ആരംഭിക്കുമ്പോഴും ജയ എന്നുള്ള പദത്തിലാണ്. ജയ എന്നുള്ളത് വേദമന്ത്രങ്ങളുടെ ഒരു സ്വരൂപമാണ്. 18 എന്നും ആ വാക്കിന് അർത്ഥമുണ്ട്. 18 ഇപ്പോൾ 18 പുരാണങ്ങളിലെ സാരമാണെന്നൊരർത്ഥം. അതാണ് അവിടെ 18, 1, 19 ശ്ലോകം. 19 ശ്ലോകത്തിലാണ് ഗോപികാഗീതം. ജയ ജയ ജഹ്യതാം എന്നാണ് അവിടെ തുടക്കം. ഇവിടെ ജയതിതേധികം ജന്മനാവൃജ ശയത ഇന്ദിര ശശ്വതത്രഹി ദൈര്യദൃശ്യതാം ദിക്ഷുതാവക ത്വയി ധൃതാസവത്വാം വിജിന്വത്തെ. അവിടുത്തെ അവതാരം കഴിഞ്ഞതോടുകൂടി വൃന്ദാവനം ലക്ഷ്മി ദേവിയുടെ കളിസ്ഥലമായിട്ട് മാറി. ഇവിടെ എല്ലാവരും ആനന്ദത്തിലാണ്. രമാക്രീഡം അഭൂന്ദ്രപ എന്ന് വേറെ സ്ഥലത്ത് പറയും. ലക്ഷ്മി ദേവിയുടെ കളിസ്ഥലമായിട്ട് മാറി. ഞങ്ങൾ മാത്രം ദുഃഖത്തിലുമായി. അങ്ങാണെങ്കിലോ ഇതിനു മുമ്പ് എത്രയോ ആപത്തുകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചിട്ടുള്ള ആളാണ്. അങ്ങക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്യും. അങ്ങ് ആരാ? ശരിക്കും പറഞ്ഞാൽ അവർ ഭഗവാനെ ആ സമയത്ത് കൃഷ്ണനായിട്ടല്ല കണ്ടത്. നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃക്. അവിടുന്ന് ആരാ? അഖിലദേഹിനാം അന്തരാത്മദൃക്. എല്ലാ ശരീരങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് എല്ലാത്തിനും സാക്ഷിഭാവത്തിൽ പ്രവർത്തിക്കുന്ന പരമചൈതന്യമാണ് അവിടുന്ന്. അവിടുന്ന് ഗോപികാനന്ദൻ മാത്രമല്ല, അവിടുന്ന് സാക്ഷാൽ ബ്രഹ്മസ്വരൂപിയാണ്. പിന്നെ എന്തിനാ ഭൂമിയിലേക്ക് വന്നത്? വിഘന സാർത്ഥിതോ വിശ്വഗുപ്തയെ. ബ്രഹ്മാവിൻ്റെ പ്രാർത്ഥന അനുസരിച്ച് ലോകരക്ഷയ്ക്ക് വേണ്ടി വന്ന ആളാണ് അവിടുന്ന്. ഞങ്ങൾക്കറിയാം ഏതാപത്തിൽ നിന്നും അങ്ങക്ക് ഞങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അങ്ങയെ കാണാൻ സാധിച്ചില്ലെങ്കിൽ അങ്ങയുടെ കഥ കേട്ടാലും മതി. അതാണ് തവ കഥാമൃതം തപ്തജീവനം. ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട ശ്ലോകം എന്ന് പറഞ്ഞാൽ അതാണ്. ഭാഗവതം കഥാമയും ഭാഗവതാഭിധാന. ഭാഗവതം തന്നെ ഭഗവാന്റെ കഥാസ്വരൂപമാണ്. മേൽപ്പത്തൂർ പറഞ്ഞില്ലേ, നേത്രൈ ശ്രോത്രൈശ്ച പീത്വ. ഗുരുവായൂരപ്പനെ 2 വിധത്തിലാണ് അറിയാൻ പറ്റുക. ഒന്ന് വിഗ്രഹരൂപത്തിൽ അറിയാം, മറ്റൊന്ന് കഥാരൂപത്തിൽ അറിയാം. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹവും ഭാഗവതവും ഒരേപോലെ ഭഗവാന്റെ സ്വരൂപങ്ങളാണ്. ഇപ്പോൾ ഭഗവാന്റെ കഥകളുടെ പ്രത്യേകത എന്താ? തവ കഥ ആമൃതം. അങ്ങയുടെ കഥകൾ അമൃതങ്ങളാണ്, മരണമില്ലാത്ത കഥകളാണ്. കേൾക്കുന്നവനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്ന കഥകളുമാണ്. പരീക്ഷിത് മഹാരാജാവ് എങ്ങനെയാണ് മരണത്തിന് ജയിച്ചത്? കഥ കേട്ടിട്ടല്ലേ? തവ കഥാമൃതം തപ്തജീവനം. മനസ്സ് വല്ലാതെ വേദനിക്കുന്ന സമയത്ത്, ജീവനാകെ വരണ്ടുണങ്ങുന്ന സമയത്ത് ഗുരുവായൂരപ്പ അവിടുത്തെ ഒരു കഥ കേട്ടാൽ, അവിടുത്തെ ഒരു ദിനാമം ജപിച്ചാൽ ആ ജീവൻ കുളിർക്കില്ലേ? തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം. കവി എന്ന് വെച്ചാൽ അറിവുള്ള പണ്ഡിതന്മാർ, അറിവുള്ള ആളുകൾ, അവരൊക്കെ ഭഗവാന്റെ കഥകൾ പാടുന്നു.
കവിഭിരീഡിതം കൽമഷാപഹം. ഭഗവാന്റെ കഥാശ്രവണം കൊണ്ട് കൽമഷങ്ങൾ, പാപങ്ങൾ ഇല്ലാതാവും. ഇതുപോലൊരു അമൃത് വേറെ ഉണ്ടോ? ഇപ്പോൾ ദേവലോകത്തുള്ള അമൃത് കഴിച്ചാൽ മരണം നീട്ടിവെക്കാം. മരണം ഇല്ലാതൊന്നും ആവില്ല, മരണം നീട്ടിവെക്കാം. പക്ഷേ ഈ കഥാമൃതം അങ്ങനെയല്ല. കഥാമൃതം കൊണ്ട് തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം. അത് മാത്രമല്ല, ശ്രവണമംഗളം, കേൾക്കുന്നത് കൊണ്ട് തന്നെ സകല മംഗളം. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ആദ്യമേ പറഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണു തുടങ്ങിയതാണ്. ഭഗവാന്റെ കഥാശ്രവണം മതി. ശ്രവണമംഗളം ശ്രീമദാതതം ഭുവി ഗൃണന്തിതേ ഭൂരിതാജന. ആരാണോ ഈ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അവരാണ് ലോകത്തിന് ഏറ്റവും വലിയ സേവനം ചെയ്യുന്ന ആളുകളെന്നാണ്. മറ്റെന്ത് കൊടുത്താലും താൽക്കാലികമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുത്തു, അതിൻ്റെ ഫലം എത്ര നേരത്തേക്ക് ഉണ്ടാവും? അടുത്ത വിശപ്പ് വരുന്നവരെ അല്ലേ? ഒരാൾക്കൊരു വസ്തു കൊടുത്തു കഴിഞ്ഞാൽ അത് നശിക്കുന്നവരെ അതിൻ്റെ പ്രയോജനമുള്ളൂ. പണം കൊടുത്താൽ പണം തീരുന്നവരെ പ്രയോജനമുള്ളൂ. നേരെ മറിച്ച് ഗുരുവായൂരപ്പൻ്റെ കഥ പറഞ്ഞു കൊടുത്താലോ ജന്മജന്മാന്തരങ്ങളിലും ആ ജീവനെ കരകയറ്റില്ലേ. ഇപ്പോൾ ലോകത്തിന് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ചാൽ ഭഗവാന്റെ കഥകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ലോകത്തിന് ഭഗവാന്റെ കഥ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നവരെന്ന്. ഭൂരിദാജന. ലോകത്തിന് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യുന്നത് ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ആ കഥയൊന്ന് കേൾക്കാൻ സാധിച്ചാൽ തന്നെ ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഇല്ലാതാവും. പക്ഷേ അങ്ങയുടെ കഥ കേൾക്കാനും സാധിക്കുന്നില്ല, അങ്ങയെ കാണാനും സാധിക്കുന്നില്ല. ഇപ്പം ഞങ്ങൾക്ക് എന്താ വിഷമം? ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങ് ഈ കാട്ടിൽ അലഞ്ഞു നടക്കുന്ന സമയത്ത് അങ്ങയുടെ കുഞ്ഞുകാല് വേദനിക്കില്ലേ എന്നാണ് ഞങ്ങളുടെ സങ്കടം. നോക്കൂ, അവരുടെ ഭക്തി കണ്ടോ. അവരുടെ ദുഃഖത്തിനേക്കാൾ കൂടുതൽ അവർ പ്രാധാന്യം കൊടുത്ത് ഭഗവാന്റെ ദുഃഖത്തിനല്ല. ഇതിനെയാണ് പ്രേമഭക്തി എന്ന് പറയുക. ഈ രണ്ടു തരം ഭക്തിയുണ്ട്, കാമഭക്തിയും പ്രേമഭക്തിയുണ്ട്. ലോക വിഷയങ്ങളോട് നമുക്ക് സ്നേഹം ഉണ്ടായാൽ അതിന് സ്നേഹം എന്ന് പറയും. അതേ സ്നേഹം തന്നെ ഈശ്വരനോടായാൽ അതിനെ എന്ത് പറയും? ഭക്തി എന്ന് പറയും അല്ലേ? സ്നേഹവും രണ്ട് വിധത്തിലുണ്ട്, ഭക്തിയും രണ്ട് വിധത്തിലുണ്ട്. ഒന്ന് കാമം, മറ്റൊന്ന് പ്രേമം. അതുപോലെ ഭക്തിയും കാമഭക്തിയും പ്രേമഭക്തിയുണ്ട്. കാമഭക്തി എന്ന് പറഞ്ഞാൽ നമ്മളുടെ സുഖത്തിന് വേണ്ടി നമ്മൾ ഭഗവാനെ സ്നേഹിച്ചാൽ അതിൻ്റെ പേരാണ് കാമഭക്തി. ഭഗവാന്റെ സുഖത്തിന് വേണ്ടി ഭഗവാനെ ആശ്രയിച്ചാലോ അതിൻ്റെ പേരാണ് പ്രേമഭക്തി. ലോകത്തിനോടും അങ്ങനെ തന്നെയാണ്. നമ്മളുടെ സുഖത്തിന് വേണ്ടി നമ്മൾ മറ്റൊരാളെ സ്നേഹിച്ചാൽ അതിൻ്റെ പേര് കാമം എന്നാണ്. മറ്റൊരാളുടെ സുഖത്തിന് വേണ്ടി നമ്മൾ അയാളെ സ്നേഹിച്ചാൽ അതിൻ്റെ പേര് പ്രേമം. ഇതാണ് നാരദ മഹർഷി പറഞ്ഞത്, എത്താൽ സുഖസുഖിത്വം. നാരദ മഹർഷി അങ്ങനെയാണ് പറഞ്ഞത്, എത്താൽ സുഖസുഖിത്വം. ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിന് വേണ്ടി ഗുരുവായൂരപ്പനെ ആശ്രയിക്കുക. പഴയ കാലത്ത് ഗുരുവായൂർ തിരുനാമാചാര്യൻ, ആഞ്ഞം തുടങ്ങിയിട്ട മഹാത്മാക്കളൊക്കെ എപ്പോഴും പറയുന്നത് കേൾക്കാം, ഗുരുവായൂരപ്പ പ്രസാദിക്കണേ, ഗുരുവായൂരപ്പ പ്രസാദിക്കണേ. അത് മാത്രമേ പ്രാർത്ഥനയുള്ളൂ. ഞങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ല, ഗുരുവായൂരപ്പ പ്രസാദിക്കണേ. ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെ പ്രസാദത്തിന് വേണ്ടി ഗുരുവായൂരപ്പനെ ആശ്രയിക്കുന്നൊരവസ്ഥയുണ്ട്. ഇതാണ് പ്രേമഭക്തി. നമ്മളൊക്കെ കാമഭക്തന്മാരാണ്. ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞില്ലേ, ആർത്തോ ജിജ്ഞാസു അർത്ഥാർത്ഥി ജ്ഞാനി ഒക്കെ ഉണ്ട്. പക്ഷേ ഈ പ്രേമഭക്തി എത്ര പേർക്കുണ്ട്? ആ പ്രേമഭക്തകളായിട്ടുള്ള ഗോപിമാർ പറയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദുഃഖത്തിനെക്കുറിച്ചല്ല വിചാരം, ഞങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങ് ദുഃഖം അനുഭവിക്കില്ലേ? അതെന്താ? അങ്ങയുടെ കുഞ്ഞുകാലിൽ കല്ലും മുള്ളും കൊണ്ട് വേദനിച്ചാലോ എന്ന്. പ്രഭാതത്തിൽ അങ്ങ് പശുക്കളെ മേയ്ക്കാൻ പോയാൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ ഞങ്ങൾക്ക് സമാധാനമില്ല. അതെന്താ? താമരപ്പൂ പോലെ മനോഹരമായ അവിടുത്തെ കുഞ്ഞു കാലുകൾ കല്ലിലും മുള്ളിലും ചവിട്ടി വേദനിച്ചാലോ എന്ന് ഞങ്ങൾ മനസ്സ് വിഷമിച്ചാണ് സന്ധ്യ ആവുന്നവരെ കഴിച്ചു കൂട്ടുക. അതാണ് ദിനപരീക്ഷയെ നീലകുന്തളൈ വനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹു. വൈകുന്നേരം അങ്ങ് തിരിച്ചു വന്നാൽ ഞങ്ങൾ ആദ്യം എവിടെയാണ് നോക്കുകയെന്നറിയോ? ഗുരുവായൂരപ്പ അവിടുത്തെ കുഞ്ഞിക്കാലിലേക്കാണ് നോക്കുക. ആ കാലിൽ മുള്ളു കൊണ്ടിട്ടുണ്ടോ, മണ്ണ് പറ്റിയിട്ടുണ്ടോ, കല്ല് കൊണ്ടോ? ഇതാണ് ഞങ്ങളുടെ വേദന. അവിടുത്തെ തൃപ്പാദങ്ങൾ ശരണപങ്കജം ശന്തമം. ഭക്തന്മാർക്ക് ആശ്രയസ്ഥാനമായ അവിടുത്തെ തൃപ്പാദങ്ങൾ നളിനസുന്ദരം നാഥതേപദം ശിലതൃണാങ്കുരൈ സീതതീതിന കലിലതാമന കാന്തഗച്ഛതി. അവിടുത്തെ താമരപ്പൂ പോലെ മനോഹരമായിട്ട് കുഞ്ഞിക്കാല് കല്ലിലും മുള്ളും തട്ടി വേദനിച്ചാലോ എന്നാണ് ഞങ്ങളുടെ പ്രയാസം. അതുകൊണ്ട് ഞങ്ങൾ എത്ര വേണമെങ്കിൽ അങ്ങേ വിചാരിച്ച് കരഞ്ഞോളാം, പക്ഷെ അങ്ങയുടെ കുഞ്ഞിക്കാല് വേദനിക്കില്ല. അതാണ് ഞങ്ങളുടെ സംശയം, അതാണ് ഞങ്ങളുടെ വേദന. അതുകൊണ്ട് അവിടുത്തെ ആ തൃപ്പാദങ്ങളെ ആശ്രയിക്കുന്ന ഞങ്ങളെ അവിടുന്ന് ഉപേക്ഷിക്കരുതേ എന്ന് പറഞ്ഞ്
ഗോപിമാരങ്ങനെ കരയാൻ തുടങ്ങി. ഒരു 19 ശ്ലോകമാണ്. ഓരോ ശ്ലോകങ്ങളെടുത്ത് പറയാൻ സമയമില്ലാത്തതുകൊണ്ടൊന്ന് ഓടിപ്പോയതാണ്. ഈ കരച്ചിൽ കേട്ടപ്പോൾ ഭഗവാനും മറിഞ്ഞിരിക്കാൻ വയ്യാതായി. യഥാർത്ഥത്തിൽ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. ഇപ്പം അങ്ങനെയൊക്കെ ഒരു ധാരണയാണ്. ഭഗവാനും പോവാൻ സാധ്യമല്ലല്ലോ. എന്താ, ഈശ്വരനില്ലാത്തൊരു സ്ഥലമുണ്ടോ? ഈശ്വരന് പോകണമെങ്കിൽ ഈശ്വരനില്ലാത്തൊരു സ്ഥലം വേണ്ടേ? അപ്പോൾ ഈശ്വരനെങ്ങും പോവുകയല്ല. ഈശ്വരൻ നമ്മുടെ ദൃഷ്ടിക്ക് അഗോചരനാവുകയാണ്, കാണാൻ വയ്യാതെ. എന്തുകൊണ്ടാണ്? ഈ ദൃഷ്ടിക്ക് മറവ് വരും. എന്താ മറവ് വരുന്നത് വെച്ചാൽ അഹങ്കാരത്തിൻ്റെ മൂടുപടം. ആകാശത്ത് സൂര്യനുണ്ടെങ്കിലും നമുക്ക് കണ്ണുണ്ടെങ്കിലും ഇടയ്ക്ക് മഴക്കാറുണ്ടെങ്കിൽ സൂര്യനെ കാണാൻ പറ്റുമോ? കണ്ണാടിയുണ്ട്, നമുക്ക് കണ്ണുണ്ട്. കണ്ണാടിയിൽ പൊടി പിടിച്ചാലോ? അപ്പോൾ ഈശ്വരനെ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈശ്വരനെ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പുതിയതായിട്ടൊന്നും കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കുള്ള പൊടിയൊന്ന് തുടച്ചു കളഞ്ഞാൽ പോരെ. പിബന്തിയേ ഭഗവത് ആത്മനസ്സതാം കഥാമൃതം ശ്രവണ പുടേഷു സമ്പ്രതം പുനന്തിതേ വിഷയവിദൂഷിതാശയം. വിഷയവിദൂഷിതമായ മനസ്സിനെ ശുദ്ധീകരിച്ചാൽ മതി. ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ആ ഈശ്വരനെ എന്തുകൊണ്ട് നമ്മൾ അറിയുന്നില്ല എന്ന് വെച്ചാൽ മനസ്സ് ശുദ്ധമല്ലാത്തതുകൊണ്ട്. അപ്പോൾ ശുദ്ധമായ മനസ്സിൽ ഈശ്വരൻ പ്രകാശിക്കും. അപ്പോൾ ഇപ്പോൾ ഗോപിമാർക്ക് എന്താ കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ കുറച്ചൊരു അഹങ്കാരം വന്നില്ലേ? അതാണ് സൗഭഗമതം. ഞങ്ങളുടെ സൗന്ദര്യത്തിൽ കൃഷ്ണൻ പെട്ടുപോയി എന്നൊരു അഹങ്കാരം അവരുടെ മനസ്സിൽ വന്നു. അപ്പോൾ എവിടെ, ഞാൻ നേരത്തെ അതാ പറഞ്ഞത്, എപ്പോഴാണോ ആ ജീവാഭിമാനം ഉണ്ടാവുന്നത് അപ്പോൾ ഈശ്വരബോധം നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ അഭിമാനം പല വിധത്തിലും വരാം അല്ലേ? ഇപ്പോൾ ഗോപിമാർക്ക് എല്ലാ അഭിമാനവും പോയ ആളുകളാണ്. അവരെല്ലാം വിട്ട് ഭഗവാനെ ആശ്രയിച്ചവരാ. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞ അവർ വീട് മറന്നു, കുട്ടികളെ മറന്നു, ബന്ധുക്കളെ മറന്നു, മാനാപമാനങ്ങൾ മറന്നു ഇല്ലേ? അവിടെ ഭഗവാൻ പറയുന്നുണ്ട്, നിങ്ങൾ ഈ രാത്രി സമയത്ത് ഒരു പരപുരുഷൻ്റെ സമയത്തേക്ക് ഓടി വന്നാൽ ജനങ്ങൾ നിങ്ങളെ അപവാദം പറയില്ലേ എന്ന്. പക്ഷേ ഈ പരപുരുഷൻ എന്ന് പറഞ്ഞ ആൾക്ക് വയസ്സ് എത്രയുണ്ടെന്നറിയോ? 10 വയസ്സ്. 10 വയസ്സല്ലേ പറഞ്ഞല്ലേ? അപ്പോൾ അവരുടെ സകല അഭിമാനങ്ങളും അഹങ്കാരങ്ങളും വിട്ട് ഭഗവാനെ ആശ്രയിച്ചവരായിട്ട് പോലും അവസാന നിമിഷത്തിൽ അഹങ്കാരത്തിൻ്റെ ഒരു മൂടുപടം. ഇത് രുക്മിണി ദേവിക്ക് ഉണ്ടായത് നമുക്ക് വൈകുന്നേരം കേൾക്കാം അല്ലേ? രുക്മിണി ദേവി കുലദേവതാ ക്ഷേത്രത്തിൽ നിന്ന് തൊഴുതിറങ്ങുന്ന സമയത്ത് എങ്ങനെയാണ് രുക്മിണി കണ്ടത്? വാമകര ജയി, ഇടത്തെ കൈകൊണ്ട് ആ മൂടുപടം നോക്കി ഒരൊറ്റ നോട്ടം നോക്കിയെന്നാണ് പറഞ്ഞത്. ഏതാ ഈ മൂടുപടം? മായയാകുന്ന മൂടുപടം. അതേപോലെ ഇവിടെ ജീവൻ്റെ അഭിമാനത്തിൻ്റെ ഒരു അംശം ബാക്കിയുണ്ട്. ഇതാണ് സൗഭഗമതം എന്നവിടെ പറഞ്ഞത്. അഹങ്കാരം എന്നവിടെ പറഞ്ഞില്ല, സൗഭഗമതം. ആ സൗഭഗമതം കൊണ്ട് ചെറുതായിട്ടൊരു മറവ് വന്നപ്പോൾ ഭഗവാനെ കാണാതായതല്ലേ. ഇപ്പോൾ കണ്ണുനീര് കൊണ്ട് ആ അഹങ്കാരത്തിന് മൂടുപടം അലിഞ്ഞില്ലാതായി. ഇത് നമ്മൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്തുകൊണ്ടാണ് ഈശ്വരാനുഭൂതി വരാത്തതെന്ന് വെച്ചാൽ മനസ്സിൽ അഹങ്കാരത്തിന് മൂടുപടമുണ്ട്. കണ്ണുനീര് കൊണ്ട് ആ അഹങ്കാരം കഴുകിക്കളയണം. ബദ്ധേന അഞ്ജലിന നതേന ശിരസ ഗാത്രേശ രോമോൽഗമൈ കണ്ഠേന സ്വരഗദ്ഗതേന നയനേന ഉദ്ഗീർണ ബാഷ്പാംബുന. കുലശേഖര പെരുമാൾ പറയും, ഇങ്ങനെയൊക്കെ ഗുരുവായൂരപ്പനെ ആശ്രയിക്കാറാവണമെന്ന്. ബദ്ധേനാഞ്ജലിന, കൈ രണ്ടും തൊഴുതു പിടിച്ച്, നതേന ശിരസ, ശിരസ് കുനിച്ച്, ഗാത്രൈസ രോമോൽഗമൈ, ശരീരത്തിൽ രോമാഞ്ചത്തോടു കൂടി, കണ്ഠേന സ്വരഗദ്ഗതേന, കണ്ഠത്തിൽ ഗദ്ഗതത്തോടുകൂടി, നയനേനോദ്ഗീർണ ബാഷ്പാംബുന, കണ്ണിൽ നിന്നിങ്ങനെ ആനന്ദ കണ്ണീർ ഒഴുകിക്കൊണ്ട് ഗുരുവായൂരപ്പ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാനുള്ളൊരവസ്ഥ വന്നാൽ വിസൃജ്യ ലജ്ജാം, ലജ്ജ വിട്ട് ഭഗവാനെ ആശ്രയിക്കുന്നൊരു ഭാവം വന്നാൽ അഹങ്കാരം തന്നെത്താനെ അലിഞ്ഞില്ലാതാവും. ഗോപിമാർ രുരുതു സുസ്വരം രാജൻ, അവർ കരഞ്ഞു എന്നാണ് പറഞ്ഞത്. അതെങ്ങനെ കരഞ്ഞു? നന്നായിട്ട് കരഞ്ഞു എന്ന്, നല്ല സ്വരത്തിൽ കരഞ്ഞു എന്ന്. അങ്ങനെ ഒരു കരച്ചിലുണ്ടോ അല്ലേ? നോക്കോട്ടെ, ക്ഷാമമില്ലാത്ത സാധനമാണല്ലോ ഇത് അല്ലേ? അതിൽ നല്ല സ്വരത്തിൽ കരയുക, ചീത്ത സ്വരത്തിൽ കരയുക, അങ്ങനെ കരച്ചിലുണ്ടോ? ഈശ്വരനെ കിട്ടാൻ വേണ്ടി കരയുമ്പോൾ അത് നല്ല സ്വരത്തിലുള്ള കരച്ചിലാവും. വിഷയങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിലാകുമ്പോഴോ അത് കേൾക്കാൻ കൊള്ളില്ല അല്ലേ? രുരുതു സ്വസ്വരം രാജൻ കൃഷ്ണ ദർശനലാലസ, അവർ ഭഗവാനെ വിളിച്ച് കരഞ്ഞു. അപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷമായത്. അതാണ് എൻ്റെ സൗന്ദര്യം. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈശ്വരനെ കിട്ടണമെങ്കിൽ സകല അഹങ്കാരങ്ങളും പോയി ഒരു കൊച്ചുകുട്ടി അതിൻ്റെ അമ്മയെ വിളിച്ച് കരയുന്നത് പോലെ ഭഗവാനെ വിളിച്ച് കരഞ്ഞാൽ അപ്പോഴേ ഭഗവാൻ. ഇതാണ് നമുക്കൊന്നും ഈ അനുഭവം വരാത്തത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കാം, നമുക്കങ്ങനെ ഒരു കരച്ചിൽ വരാറുണ്ടോ? ലോകത്തിലെ എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ കരയാറുണ്ട്. ഈശ്വരനെ കിട്ടിയില്ലെന്ന് വെച്ച് കരച്ചിൽ വന്നിട്ടുണ്ടോ?
ശ്രീരാമകൃഷ്ണ പരമഹംസർ അമ്മയുടെ കാൽക്കൽ വീണ് കരയും. അമ്മേ, അടിയൻ്റെ ഒരു ദിവസം കൂടി നഷ്ടപ്പെട്ടു, അമ്മയെ കാണാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുക അത്രേ. ആ കരച്ചിൽ വരുമ്പോൾ ഈശ്വരനെ കിട്ടൂ. ഒരു മഹാത്മാവ് ഒരു ഉദാഹരണം പറഞ്ഞു. ഒരമ്മയ്ക്ക് മുല ഒടിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അടുക്കളയിൽ ധാരാളം ജോലി, ഭർത്താവിന് ജോലിക്ക് പോകണം, മുതിർന്ന കുട്ടികൾക്ക് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കണം, 100 കൂട്ടം ജോലി. കുട്ടിയാണെങ്കിൽ പാൽ കുടിക്കാൻ വേണ്ടി കരയാൻ തുടങ്ങി. അമ്മയ്ക്ക് അവിടെ ഇരുന്ന് പാൽ കൊടുക്കാൻ സമയമില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഒരു പാവ എടുത്തു കൊടുത്തു. കുട്ടി പാവയും കളിപ്പിച്ചുകൊണ്ടിരുന്നു, പാലിൻ്റെ കാര്യം മറന്നു. അമ്മ അടുക്കളയിൽ ജോലി ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ കുട്ടി എന്ത് ചെയ്തു? പാവയെ വലിച്ചെറിഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പോൾ അമ്മ ഒരു പന്തെടുത്ത് കൈ കൊടുത്തു. കുട്ടി പന്ത് കളിച്ചുകൊണ്ടിരുന്നു, അമ്മയ്ക്ക് അടുക്കളയിലെ ജോലി നടക്കും. ഇങ്ങനെ ഓരോ കളിപ്പാട്ടങ്ങൾ മാറി മാറി കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം എന്ത് കൊടുത്താലും കരച്ചിൽ നിർത്താത്തൊരവസ്ഥ വന്നു. അപ്പോൾ അമ്മ എന്ത് ചെയ്തു? അമ്മ ഓടി വന്ന് കുട്ടിക്ക് പാല് കൊടുത്തു വന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഈശ്വരൻ നമുക്കും ഓരോ കളിപ്പാട്ടങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കൊക്കെ ഓരോ കളിപ്പാട്ടം തന്നിട്ടുണ്ട്. വീടെന്ന് പറഞ്ഞൊരു കളിപ്പാട്ടം അല്ലേ, കുട്ടികളെന്ന് പറഞ്ഞൊരു കളിപ്പാട്ടം, ഉദ്യോഗം എന്ന് പറഞ്ഞൊരു കളിപ്പാട്ടം, പണം എന്ന് പറഞ്ഞൊരു കളിപ്പാട്ടം. നമ്മൾ ഈ കളിപ്പാട്ടം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാല് കിട്ടില്ല. എപ്പോഴാണോ ഈ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് ഭഗവാനെ കിട്ടാൻ വേണ്ടി കരയുന്നത്, ആ കരച്ചിലാണ് ഋതുസ്വരം രാജൻ കൃഷ്ണദർശനലാലസ. വെറുതെ കരയല്ല, കൃഷ്ണദർശനലാലസ. ഭഗവാനെ കാണാനുള്ള എന്തെന്നില്ലാത്ത ദാഹത്തോടുകൂടി അവർ ഭഗവാനെ വിളിച്ച് കരയാൻ തുടങ്ങി. അപ്പോഴാണ് താസാമാവിരഭൂൽ ശൗരി സ്മയമാനമുഖംബുജ പീതാംബരധരസ്രഗ്വി സാക്ഷാൽ മന്മഥ മന്മഥ. എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷമായത്? സാക്ഷാൽ മന്മഥ മന്മഥ. കാമദേവനെ പോലും മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തോടുകൂടി ഭഗവാൻ പ്രത്യക്ഷമായത്. ഇതാണ് ആദ്യം പറഞ്ഞത്, കാമനെ ജയിച്ച കഥയാണെന്ന്. പിന്നെ എങ്ങനെ? പീതാംബരധര, പീതാംബരധാരിയായി. ഇതാണ് ബ്രഹ്മാവ് പോലും കൗതുകത്തോടുകൂടി ആ പീതാംബരധാരിയെ സ്തുതിക്കുന്നുണ്ട്. നവമീഡ്യതഭ്രവപുഷേതടിദംബരായ ഗുഞ്ചാവതംസ പരിപിഞ്ചല സന്മുഖായ വന്യസ്രജേ കവളവേത്ര വിഷാണുവേണ ലക്ഷ്മശ്രിയേ മൃദുപതേ പശുപങ്കജായ. അവിടുന്ന് പീതാംബരധാരിയായി. ഇനി പീതാംബരത്തിന് വേറൊരു സൗന്ദര്യമുണ്ട്. ഈ ദേവതയ്ക്ക് 2 കുട്ടികളാണത്രേ. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായത് വിഷം, രണ്ടാമതുണ്ടായത് ലക്ഷ്മി അല്ലേ. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യം വിഷം ഉണ്ടായി, പിന്നെ ലക്ഷ്മി ഉണ്ടായി. ഈ പെൺകുട്ടികളെ ആർക്കാ കൊടുക്കേണ്ടെന്ന് നോക്കി. അപ്പോൾ ദിഗംബരം വീക്ഷ്യ ദദോ ഗരം. ഈ വിഷം ദിഗംബരന് കൊടുത്തു എന്നാണ്. പീതാംബരം വീക്ഷ്യ ദദോ സ്വകന്യ. പീതാംബരന് ലക്ഷ്മിയെ കൊടുത്തു അത്രേ. ദിഗംബരന് വിഷവും കൊടുത്തു, പീതാംബരന് ലക്ഷ്മിയെ കൊടുത്തു എന്നാണ്. അപ്പോൾ ആ പീതാംബരധാരിയായി വനമാലയണിഞ്ഞ് മന്മഥനായി ഭഗവാൻ പെട്ടെന്ന് അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. ഭഗവാൻ അങ്ങോട്ട് കണ്ടതോടുകൂടി അവർ എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. ആദ്യം കുറച്ച് പരിഭവമൊക്കെ പറഞ്ഞു. പിന്നെ ഭഗവാൻ എവിടെയെങ്കിലും ഇരിക്കണ്ടേ? അവർ ഒരു ഇരിപ്പിടം തയ്യാറാക്കിയത്രേ. അവരുടെ മാറത്ത് കിടന്ന ഉത്തരീയം, അതിൽ കുങ്കുമവും കണ്ണുനീരും വേർപ്പും പൊടിയും ചെളിയും എല്ലാം കലർന്ന ആ ഉത്തരീയം വിരിച്ചു കൊടുത്ത് ഭഗവാൻ അവിടെ ഇരുന്നു അത്രേ. എങ്ങനെയുള്ള ഈശ്വരൻ? യോഗേശ്വരാന്തർഹൃതി കൽപ്പിതാസന. യോഗീശ്വരന്മാരുടെ ഹൃദയത്തിൽ പോലും ഇരിക്കുന്നുണ്ടോ എന്ന് സംശയം ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാൻ ആ ഗോപിമാരുടെ മലിനമായ ഉത്തരീയത്തിലിരുന്നു എന്ന് പറയും. അപ്പോൾ എന്താ അർത്ഥം? ഈശ്വരന് ശുദ്ധാശുദ്ധങ്ങളൊന്നുമില്ല, ഒക്കെ നമുക്കാണ് ശുദ്ധാശുദ്ധങ്ങളൊക്കെ. ഈശ്വരന് ശുദ്ധമില്ല, അശുദ്ധമില്ല. ഗോപിമാരുടെ വിയർപ്പിൽ കുതിർന്ന പട്ടുവസ്ത്രത്തിൽ അല്ലെങ്കിൽ ഉത്തരീയത്തിൽ അവർ ഇരുന്നു. പിന്നെ ഭഗവാനോട് അവർ കുറച്ച് പരിഭവം പറഞ്ഞു. ആദ്യം ഭഗവാനോട് ചോദിച്ചു, കൃഷ്ണ, ഈ ലോകത്തിൽ 3 തരം ആളുകളുണ്ടെന്നാണ് പറഞ്ഞത്. അതിൽ ചിലർ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കും, ചിലർ സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കും, ചിലർ ഒരാളെയും സ്നേഹിക്കില്ല. അങ്ങ് ഇതിൽ ഏതെപ്പെട്ട ആളാന്ന് ചോദിച്ചു. ഏതൊക്കെ തരാം? സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നവർ, സ്നേഹിക്കാത്തവരെയും സ്നേഹിക്കുന്നവർ, ആരെയും സ്നേഹിക്കാത്തവർ. അങ്ങ് ഇതിൽ ഏതെപ്പെടും? അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരിയാ, സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറഞ്ഞത് കച്ചവടമാണ്. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചാൽ അങ്ങോട്ട് സ്നേഹിക്കും, അത് ധാരാളമുണ്ട്. സ്നേഹിക്കാത്തവരെ സ്നേഹിക്കും ചിലപ്പോൾ. ഏതോ പിതരോ യഥ, അച്ഛനമ്മമാർ കുട്ടികളെ സ്നേഹിക്കുന്ന പോലെ. കുട്ടികൾ ഇങ്ങോട്ട് സ്നേഹിച്ചില്ലെങ്കിലും അച്ഛനമ്മമാർ അങ്ങോട്ട് സ്നേഹിക്കും. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്, ഒരാളെയും സ്നേഹിക്കില്ല. ഒരാളെ സ്നേഹിക്കാത്തവർ 4 തരക്കാരാന്ന് പറഞ്ഞു. ആത്മാരാമ, ആപ്തകാമ, അകൃതജ്ഞ, ഗുരുദ്രുഹ. 4 പേര് ഒരാളെ സ്നേഹിക്കില്ല. ആത്മാരാമന്മാർക്ക് ആരെയും സ്നേഹിക്കേണ്ട ആവശ്യമില്ല. അവർ ആത്മാവിൽ തന്നെ രമിച്ചുകൊണ്ട്
മറ്റൊന്നിനെ ആശ്രയിക്കാത്തവരായതുകൊണ്ട് അവർക്ക് ആരോടും സ്നേഹമില്ല, വെറുപ്പുമില്ല. ആപ്തകാമന്മാരെന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞു, ഇനി ആരോടും പ്രത്യേകിച്ച് ഒരു കടപ്പാടൊന്നുമില്ല. അകൃതജ്ഞ എന്ന് പറഞ്ഞാലോ കൃതജ്ഞതയില്ല, അല്ലേ? എഴുത്തച്ഛൻ പറഞ്ഞില്ലേ, പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ആരോടും സ്നേഹമില്ല. ഗുരുദ്രോഹ എന്ന് പറഞ്ഞാലോ ഗുരുക്കന്മാരെ ദ്രോഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇവിടെ 4 തരക്കാർ ആരെയും സ്നേഹിക്കാത്തവരുണ്ട്. അപ്പോൾ കൃഷ്ണൻ ഏതിൽപ്പെടും? ആത്മാരാമനായതുകൊണ്ട് എനിക്ക് ആരോടും പ്രത്യേകിച്ച് സ്നേഹമില്ല, വിദ്വേഷമില്ല എന്നർത്ഥം. ആദ്യം കുറച്ച് പരിഭവം പറഞ്ഞു, അത് കഴിഞ്ഞാണ് ഭഗവാനും ഗോപിമാരും ചേർന്ന് അതിമനോഹരമായ ഒരു രാസനൃത്തത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ രാസനൃത്തം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക നൃത്ത സമ്പ്രദായമാണ്. ഇനി അത് നമുക്ക് മലയാളികൾക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സപ്താഹങ്ങളിലൊക്കെ ഇങ്ങനെ രാസനൃത്തങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മുമ്പൊന്നും നമുക്ക് അത്ര പരിചയമില്ലേ രാസനൃത്തം. ഇപ്പോൾ ഇപ്പോഴും നമ്മൾ വൃന്ദാവനത്തിലൊക്കെ പോയി ഇപ്പോഴും കാണാം. ഏതാണ്ടൊരു 10-15 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും വൃത്താകാരത്തിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ ചുവട് വെച്ച് അല്ലെങ്കിൽ കോലടിച്ച് അങ്ങനെ ഒരു പ്രത്യേക നൃത്തമാണ് ഈ രാസനൃത്തം. അപ്പോൾ ഈ രാസനൃത്തത്തിന് തയ്യാറെടുക്കുകയാണ് ഭഗവാൻ. അത് എത്ര പേരുണ്ട്? ഗോപിമാർ വനിതാ ശതയൂഥവ എന്ന് അവിടെ പറഞ്ഞത്. ശതയൂഥവം എന്ന് പറഞ്ഞാൽ എത്രയെന്നറിയോ? 110 കോടി. 110 കോടി ഗോപിമാരുണ്ട്, 110 കോടി കൃഷ്ണന്മാരുണ്ട്. എത്ര ഗോപിമാരുണ്ട് അത്രയും കൃഷ്ണന്മാരായി അത്രേ. ഭഗവാൻ ഒരേ സമയത്ത് പലതാവാം, അങ്ങനെ അനേക രൂപങ്ങൾ സ്വീകരിച്ചു. അപ്പോൾ ഗോപിമാർ പറഞ്ഞു, കൃഷ്ണ ഈ നൃത്തം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയൊന്നും ആയാൽ പോരാ, നല്ലോണം വേഷം കെട്ടണം നൃത്തം ചെയ്യാൻ, അല്ലേ? നൃത്തത്തിന് വേഷം, താളം, ഗാനം ഇതൊക്കെ വേണ്ടേ? അപ്പോൾ നൃത്തം ചെയ്യണമെങ്കിൽ നല്ല വേഷവിധാനങ്ങൾ വേണം. ഇപ്പോൾ ഗോപിമാരും കൃഷ്ണനും, ഗോപിമാർ പ്രത്യേകിച്ചും കാട്ടിലൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടന്ന് കൃഷ്ണാന്വേഷണം കൊണ്ട് മുഖത്തിങ്ങനെ കണ്ണീർപ്പാടുകളുമായി വിയർത്തൊലിച്ച് ഗോപിമാർ. കൃഷ്ണനാണെങ്കിലും കാട്ടിലൊക്കെ അലഞ്ഞ് നടന്ന കൃഷ്ണൻ നല്ലോണം വേഷം കെട്ടണമെന്നായി. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ ഇഷ്ടം പോലെ വേഷം കെട്ടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഓരോ ഗോപിമാരും ഓരോ കൃഷ്ണന്മാരെ വേഷം കെട്ടിക്കാൻ തുടങ്ങി അത്രേ. എങ്ങനെയൊക്കെ വേഷം കെട്ടിച്ചാൽ നമുക്ക് പറയാൻ പറ്റുമോ? 110 കോടി കൃഷ്ണന്മാർ, 110 കോടി ഗോപിമാരും. ഒരു ഗോപി ഭഗവാന്റെ പീലത്തിന് മുടി കെട്ടി, വേറൊരു ഗോപി അതിൽ മയിൽപ്പീലി ചൂടി, വേറൊരു ഗോപി അതിലൊരു മുല്ലമാല ചാർത്തി, വേറൊരു ഗോപി ഗോപിക്കുരി തൊടിയിച്ചു, വേറൊരു ഗോപി മകരകുണ്ടലങ്ങൾ അണിയിച്ചു, വേറൊരു ഗോപി പട്ടുവസ്ത്രങ്ങൾ അണിയിച്ചു, വേറൊരു ഗോപി വനമാല ചാർത്തി, വേറൊരു ഗോപി അങ്കേ പഞ്ചാംഗരാഗേ അതിശയ വികസല സൗരഭാകൃഷ്ടലോകം പഞ്ചാംഗരാഗം ചാർത്തി. അങ്ങനെ 110 കോടി ഗോപിമാരും അവരവരുടെ മനോഭാവത്തിനനുസരിച്ച് ഭാവനയ്ക്കനുസരിച്ച് ഭഗവാനെ വേഷം കെട്ടിച്ചു. മേൽപ്പത്തൂരിതെല്ലാം കൂടി ഒരൊറ്റ ശ്ലോകത്തിൽ ചുരുക്കി തന്നു. കേശപാശധൃത പിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ടലം ഹാരജാലവനമാലികാലളിതമംഗരാഗഘനസൗരഭം പീതചേലധൃത കാഞ്ചികാഞ്ചിതമുദഞ്ജദംശുമണിനൂപുരം രാസകേളി പരിഭൂഷിതം തവഹി രൂപം ഈശാ കലയാമഹേ. എങ്ങനെയൊക്കെയാണ് വർണ്ണിക്കേണ്ടത്? അനേക രൂപത്തിൽ ഗോപിമാർ അവരുടെ മനോഭാവത്തിനനുസരിച്ച് അനേകം കൃഷ്ണന്മാരെ ഒരുക്കി. ഇനി അനേകം കൃഷ്ണന്മാരും അനേകം ഗോപിമാരും വള്ളിക്കുടിലിൽ നിന്നിങ്ങനെ പുറത്തു വരിക, അവരങ്ങനെ വൃത്താകാരത്തിൽ നിൽക്കുക. അപ്പം എങ്ങനെ? ഒരു ഗോപിയുടെ അടുത്തൊരു കൃഷ്ണൻ, ആ കൃഷ്ണൻ്റെ അടുത്ത് വേറൊരു ഗോപി, അങ്ങനെ 2 ഗോപി നടുക്കൊരു കൃഷ്ണൻ, അല്ലെങ്കിൽ 2 കൃഷ്ണൻ നടുക്കൊരു ഗോപി. ഇനി വേറെ കൗതുകം എന്താ വെച്ചാൽ, ഈ കൃഷ്ണന്മാരൊക്കെ കറുത്ത് മഴക്കാറ് പോലെ, ഗോപിമാരൊക്കെ വെളുത്ത് ഇടിമിന്നൽ പോലെ. അപ്പോൾ ശ്രീ ശിവബ്രഹ്മർഷിക്ക് പോലൊരു ഫലിതം തോന്നി. എന്നുപോലെ തടിത ഇവതാ മേഘചക്രേ വിരേജോ, ഇടിമിന്നലും മഴക്കാറും കൂടി കടന്ന പോലെ എന്നാണ്. അങ്ങനെ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണനുണ്ട്, ഓരോ കൃഷ്ണൻ്റെ ഒരു ഗോപിയുണ്ട്. അങ്ങനെ 110 കോടി കൃഷ്ണന്മാരും 110 കോടി ഗോപിമാരും. അതിൻ്റെ നടുക്കൊരു കൃഷ്ണനുണ്ട്. ആ നടുക്ക് നിൽക്കുന്ന കൃഷ്ണന് മാത്രം ഗോപിയില്ല. ഗോപിയില്ല എന്ന് പറഞ്ഞാൽ അടുത്ത് ഗോപിയില്ല എന്നുള്ളൂ, നെറ്റിയിൽ ഗോപിയുണ്ട്. ഇതേ ഗോപി തൊട്ട തിരുനെറ്റിരാധയാം ഗോപി തൊട്ട കരഭോരു സങ്കടം ഗോപി തൊട്ട മനമേവം എത്രയോ ഗോപി തൊട്ട ശിശുഗോപനാശ്രയം. ഗോപി തൊട്ട തിരുനെറ്റി, നെറ്റിയിൽ ഗോരോചനക്കുറി ഗോപി തൊട്ടുണ്ട്. രാധയാം ഗോപി തൊട്ട കരഭോരു സങ്കടം ഗോപി തൊട്ട മനം ഏവം എത്രയോ ഗോപി തൊട്ട. അവിടുന്ന് അങ്ങനെ തൃക്കാൽ രണ്ടും പിണച്ച് ആ തിരുമുഖകമലം ദക്ഷിണേ ചാച്ചുവച്ചും തൃക്കയ്യിൽ കാഞ്ചനോടക്കുഴൽ മഥ പിടിച്ചോതി മന്ദം ഹസിച്ചും
തക്കത്തിൽ പീലചോടി കരിമുകിൽ വടിവം പൂണ്ടു നിൽക്കും മുകുന്ദൻ. അവിടുന്ന് മനോഹരമായ വേണുഗാനം അങ്ങനെ മുഴക്കാൻ തുടങ്ങി. ആകാശമാർഗത്തിൽ ദേവന്മാരും മഹർഷീശ്വരന്മാരും ദേവസ്ത്രീകളും അവരെങ്ങനെ പുഷ്പവൃഷ്ടി ചെയ്യാൻ തുടങ്ങി. കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി. അവിടുത്തെ വേണുഗാനത്തിനൊപ്പം പൊഞ്ചിലമ്പിൻ്റെ താളത്തിനൊപ്പം ഗോപിമാരും കൃഷ്ണന്മാരും മനോഹരമായി നൃത്തം ആരംഭിച്ചു. ഗോപിമാരും കൃഷ്ണനെ പോലെ വേഷം കെട്ടിയിട്ടുണ്ട്. ആണ് മേൽപ്പത്തൂർ പറഞ്ഞത് വേഷഭൂഷണ വിലാസ പേശര വിലാസിനീശത സമാവൃതം. അവരും ധാരാളം വേഷഭൂഷകൾ അണിഞ്ഞ് ആ നടന്മാരും നർത്തകികളും മനോഹരമായ രാഗത്തിലെ താളത്തിൽ അങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി. നൃത്തലഹരി അങ്ങനെ മുഴുകി കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ എന്തായി? അവർ താളം മറന്നു, രാഗം മറന്നു, കേവലം നൃത്തം മാത്രം ബാക്കിയായി. ശബ്ദം ഏതാണ്ട് അടങ്ങി, താളങ്ങൾ അടങ്ങി, കേവലം ചലനങ്ങൾ മാത്രം ബാക്കിയായി. അതോടുകൂടി അവർ പ്രപഞ്ച വിസ്മൃതി വന്നു. അതാണ് ബ്രഹ്മരാത്ര എന്നും കൂടി പറഞ്ഞോടെ. ഏതൊരു പ്രപഞ്ചത്തിനെയാണോ ബ്രഹ്മാവ് സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് ആ പ്രപഞ്ചത്തിനെക്കുറിച്ചുള്ള ബോധം പോലും അവർക്ക് ഇല്ലാതായെന്ന്. രാത്രിയാണോ പകലാണെന്നുള്ള ബോധമില്ല, തങ്ങൾ ആരാണെന്നുള്ള ബോധമില്ല. കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ ഗാനമീശവിരതം ക്രമേണ കില വാദ്യമേളനമുപാരതം. ഗാനം നേർത്ത് വരാൻ തുടങ്ങി, താളം നേർത്ത് വരാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ വാദ്യമേളനമുപാരതം ബ്രഹ്മസമ്മതരസ. അവർ ബ്രഹ്മാനന്ദ രസത്തിലങ്ങനെ മുഴുകി, ശരീരബോധം ഇല്ലാതായി, പ്രപഞ്ച വിസ്മൃതി വന്നു, രാഗമില്ല, താളമില്ല. എന്തുപോലെ നദ്യപ്രവിഷ്ടായ്മ നാമരൂപ എന്ന് വേറെ സ്ഥലത്ത് പറയും. ഒരു നദി സമുദ്രത്തിലേക്ക് ലയിക്കുന്നത് പോലെയെന്ന്. ഇവിടെയാണ് എൻ്റെ താല്പര്യം മനസ്സിലാക്കേണ്ടത്. ഒരു നദി, ഇപ്പോൾ ഉദാഹരണത്തിന് ഗംഗാ നദി ഹിമാലയത്തിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരാവേശത്തിനാണ് ഒഴുക്ക്, അല്ലേ? ഗംഗയുടെ ഒരു ആവേശം കാണണം. വലിയ തടസ്സങ്ങളൊക്കെ കണ്ടാൽ അത് മാറിപ്പോവും. ചെറിയ തടസ്സം കണ്ടാൽ അത് എടുത്തുകൊണ്ട് പോകും. ആ ഒഴുക്ക് എവിടം വരെ ഉണ്ടാവും? ഈ ഒഴുക്കിൻ്റെ ആവേശം എവിടം വരെ ഉണ്ട്? സമുദ്രത്തിലെത്തുന്നവരെ. സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നദി വേറെ സമുദ്രം വേറെ രണ്ടാണോ? സമുദ്രത്തിൽ നിന്ന് കുറച്ച് ഗംഗാതിലെടുത്ത് കൊണ്ടുവരാൻ പറ്റുമോ? സമുദ്രത്തിൽ ചെന്നാൽ ഗംഗയും സമുദ്രം ഒന്നായി എന്ന പോലെ ആ ജീവൻ്റെ കുതിപ്പ് അവസാനം എന്താ? ഭഗവാനിൽ ചെന്ന് ലയിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? നാവിതന്നപിച നീവികാം കിമപി കുന്തളീമപിച കഞ്ചുളിം ജ്യോതിഷാമപി കദംബകം. പ്രപഞ്ച വിസ്മൃതി വന്നു, സമയബോധം ഇല്ലാതായി. ഈ സമയം അതുപോലെ സ്ഥലം ഇതൊക്കെ ഉപാധികൾക്ക് മാത്രമേ ഉള്ളൂ. ബോധത്തിന് സമയവും കാലവും സ്ഥലകാല ഭേദങ്ങളൊന്നും ബോധത്തിനില്ല. ഇതെപ്പോഴാണ് നമ്മൾ അനുഭവിക്കുക? സുഷുപ്തിയിൽ. സുഷുപ്തിയിൽ സ്ഥലകാല ബോധം ഉണ്ടോ നമുക്ക്? ആലോചിച്ച് നോക്കുക. സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഉറങ്ങുന്നത് വരെ സ്ഥലകാല ബോധമുണ്ട്. ഉറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലകാല ബോധം ഇല്ലല്ലോ. ഉണ്ടോ? എവിടെയാണ് കിടക്കുന്നതെന്ന് ഓർമ്മയുണ്ടോ? എത്ര സമയമായി എന്ന് ഓർമ്മയുണ്ടോ? അതെന്താ? ഉപാധി വിട്ടു. അപ്പോൾ ജീവൻ്റെ ഉപാധികളൊക്കെ നശിച്ചപ്പോൾ ആ ജീവനും ബ്രഹ്മവും രണ്ടല്ലാത്ത അവസ്ഥ വന്നു. അവരെന്താ? എന്തെന്നില്ലാത്തൊരു ആനന്ദം അനുഭവിച്ചു എന്നാണ്. ഈ ആനന്ദത്തിന് നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിക്കാൻ വയ്യ. അതുകൊണ്ടാണ് മേൽപ്പത്തൂരും അവിടെ നിർത്തിയില്ല. കിം അപരം ബ്രുവേ. എന്താ പറയേണ്ടത്, അല്ലേ? ഈ ആനന്ദത്തിൻ്റെ വാക്കുകൊണ്ട് പറയാൻ സാധിക്കില്ല. അത് അനുഭവിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഇപ്പോൾ മധുരം എന്താണെന്ന് ചോദിച്ചാൽ മധുരം അനുഭവിക്കാൻ നമുക്ക് പറ്റും. മധുരം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഒരു ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു, ഈ ബ്രഹ്മാനന്ദം ബ്രഹ്മാനന്ദം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അത് പറഞ്ഞു തരാൻ പറ്റില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ. ശിഷ്യന് നിർബന്ധം ഈ ബ്രഹ്മാനന്ദം എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഗുരു ശിഷ്യന് കുറച്ച് പഞ്ചസാര എടുത്ത് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞു. ശിഷ്യൻ പഞ്ചസാര കഴിച്ചു. ഗുരു ചോദിച്ചു, എന്താ സ്വാദ്? പഞ്ചസാരയുടെ സ്വാദ് എന്താ? മധുരം. മധുരം എന്ന് പറഞ്ഞാൽ എന്താ പറയാമോ? മധുരം എന്ന് പറഞ്ഞാൽ എന്താ? മധുരം അല്ലേ? എന്ന പോലെ ബ്രഹ്മാനന്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ബ്രഹ്മാനന്ദം. അതുകൊണ്ടാണ് കീം അവരം ബ്രുവേ. ഇനി എന്ത് പറയാനാ? അപ്പോൾ എന്ത് പറ്റി? അവർ ശരീരബോധം വിട്ടു. ബുദ്ധി, മനസ്സ്, അഹങ്കാരം ഇതെല്ലാം വിട്ട് ആ ജീവൻ ബ്രഹ്മഭാവത്തിലേക്ക് ലയിക്കുകയല്ലേ.
അതുകൊണ്ടാണ് അതിന് രാസലീല എന്ന് പേര് വന്നത്. രാസം എന്ന് പറഞ്ഞാൽ രസോ വയസ, ബ്രഹ്മാനന്ദം തന്നെയാണ് രാസം. ഇനി എന്താ ഈ കഥയുടെ വേറൊരു താല്പര്യം? ഈ കഥ ഇവിടെ ചിത്രീകരിക്കാൻ എന്താ കാരണം? ഒരു ഉദാഹരണം പറഞ്ഞു. എങ്ങനെയാണ് ഭഗവാൻ ഈ പ്രപഞ്ചത്തിലെ ബ്രഹ്മഭേദം ഇല്ലാതാക്കുക എന്ന് കാണിച്ചു തരാണ്. ജീവബ്രഹ്മഭേദം ഇല്ലാതാവണമെങ്കിൽ ഉപാധികൾ ഇല്ലാതാവണമെന്ന് ആദ്യം പറഞ്ഞു. ഒരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമാവും. കണ്ണാടിയിൽ കാണുന്ന രൂപത്തിന് നമ്മൾ എന്ത് പറയും? പ്രതിബിംബം എന്ന് പറയും. കണ്ണാടിക്ക് പുറത്തുള്ള ബിംബം, കണ്ണാടിയിൽ കാണുന്നത് പ്രതിബിംബം. അറിയാലോ അല്ലേ? എത്ര കണ്ണാടി ഉണ്ടോ അത്രയും പ്രതിബിംബം ഉണ്ടാവില്ലേ? 100 കണ്ണാടി ഉണ്ടെങ്കിൽ 100 പ്രതിബിംബം ഉണ്ടാവും. അപ്പോൾ പ്രതിബിംബം ഉണ്ടാവാൻ കാരണം കണ്ണാടിയാണ്. അത് ആദ്യം ഉറപ്പിക്കണം. ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബിംബ പ്രതിബിംബ വ്യത്യാസത്തിന് കാരണം ഉപാധിയാണ്, കണ്ണാടിയാണ്. ഇല്ലെങ്കിൽ ബിംബ പ്രതിബിംബ വ്യത്യാസം ഇല്ല. ഉറപ്പ് അല്ലേ? ഒരു ചുമരുമ്പോൾ നോക്കിയാൽ നമ്മൾ പ്രതിബിംബം കാണില്ലല്ലോ. ഓ, പുസ്തകത്തിൽ നോക്കിയാൽ പ്രതിബിംബം കാണും. പ്രതിബിംബം കാണണമെങ്കിൽ കണ്ണാടി തന്നെ വേണം. ഇപ്പോൾ ബിംബ പ്രതിബിംബ വ്യത്യാസത്തിന് കാരണം എന്താ? കണ്ണാടിയാണ്. ഇത് ആദ്യം മനസ്സിൽ ഉറപ്പിക്കുക. കണ്ണാടി ഇല്ലെങ്കിൽ ബിംബ പ്രതിബിംബ വ്യത്യാസം ഇല്ല. രണ്ടും ഒന്നാണ്. ഒന്നിനെ ബിംബെന്നും പറയേണ്ട ആവശ്യമില്ല, മറ്റതിനെ പ്രതിബിംബെന്നും പറയേണ്ട ആവശ്യമില്ല. കണ്ണാടി ഉള്ളത് കൊണ്ടാണ് ബിംബം പ്രതിബിംബം എന്ന് 2 പ്രയോഗം വന്നത്. ഉറപ്പല്ലേ? രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എത്ര കണ്ണാടിയുണ്ടോ അത്രയും പ്രതിബിംബം ഉണ്ടാവില്ലേ? 100 കണ്ണാടി വെച്ചാൽ 100 പ്രതിബിംബം ഉണ്ടാവില്ലേ? ഉറപ്പല്ലേ? ഇനി എത്ര പ്രതിബിംബം ഉണ്ടായാലും ബിംബത്തിന് എന്തെങ്കിലും കുറവ് വരുമോ? ഒരു വിളക്കിൽ നിന്ന് 1,00,000 വിളക്ക് കൊളുത്തിയാലും ആദ്യത്തെ വിളക്ക് അതുപോലെ തന്നെ നിൽക്കില്ലേ? എന്ന പോലെ എത്ര പ്രതിബിംബം ഉണ്ടായാലും ബിംബത്തിന് കുറവ് വരില്ല. അതാണ് ഒരേ സമയത്ത് ഭഗവാൻ അനേക അവതാരങ്ങൾ കാണാം. രാമോ രാമശ്ച രാമശ്ച എന്നൊക്കെ പറയില്ലേ? 3 രാമന്മാരുടെ പേര് പറയും അല്ലേ? അതുപോലെ കൃഷ്ണാവതാരത്തിൽ പല സ്ഥലത്തും ഭഗവാൻ പലതായിട്ട് പ്രകാശിക്കുന്ന രംഗം നമുക്ക് കാണാം. അപ്പോൾ പ്രതിബിംബങ്ങൾ എത്ര ഉണ്ടായാലും ബിംബത്തിന് കുറവ് വരില്ല. അത് ഉറപ്പല്ലേ? ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞു. ഒന്നാമത് കണ്ണാടി ഉള്ളത് കൊണ്ടാണ് ബിംബം പ്രതിബിംബം എന്നുള്ള ഭേദം വന്നത്. എത്ര കണ്ണാടിയുണ്ടോ അത്രയും പ്രതിബിംബങ്ങൾ ഉണ്ടാവും. മൂന്നാമത് പറഞ്ഞ കാര്യം എന്താ? എത്ര പ്രതിബിംബം ഉണ്ടായാലും ബിംബത്തിന് കുറവ് വരില്ല. ഇത്തരം കാര്യം ഉറപ്പല്ലേ? അല്ലേ? ഇനി നമ്മൾ കണ്ണാടി നോക്കിയിരിക്കുമ്പോൾ കണ്ണാടി പൊട്ടിപ്പോയെന്ന് വിചാരിക്കും. കണ്ണാടി പൊട്ടിപ്പോയാൽ കണ്ണാടിയിലുള്ള പ്രതിബിംബം എവിടെ പോകും? കണ്ണാടിയിലുള്ള പ്രതിബിംബം എവിടെ പോകും? നമ്മളിലേക്ക് വരും നമുക്ക് തോന്നും അല്ലേ? പ്രതിബിംബം ബിംബത്തിലേക്ക് ലയിക്കുന്നൊക്കെയാണ് നമ്മൾ പറയുക. അങ്ങനെയല്ലേ തോന്നുന്നത്? അങ്ങനെയല്ലേ? ഞാൻ കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടി പൊട്ടിപ്പോയാൽ എൻ്റെ മുഖം അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് പോവില്ലല്ലോ. അങ്ങനെ നമുക്ക് തോന്നും. പക്ഷേ അവിടെ പ്രതിബിംബം നശിച്ചിട്ടില്ല. പ്രതിബിംബം ഉള്ളതാണെങ്കിലല്ലേ നശിക്കാൻ പറ്റുള്ളൂ. പ്രതിബിംബം സത്യമാണോ? പ്രതിബിംബം സത്യമല്ലാത്തതുകൊണ്ട് അതിന് ഉൽപ്പത്തിയും വിനാശവും ഇല്ല. പ്രതിബിംബം ഉണ്ടായിട്ടുമില്ല, ഇല്ലാതായിട്ടുമില്ല. പ്രതിബിംബം ഒരു തോന്നലല്ലേ? ശരിയല്ലേ? ആലോചിക്കണ്ടോ? ഞാൻ പറയുന്നത് നല്ലോണം ചിന്തിച്ച് നോക്കുക. നിഴലുണ്ട്, അനുഭവത്തിൽ നിഴലുണ്ട്. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നിഴലുണ്ടാവും. പക്ഷെ ആ നിഴലിനെ എടുത്തുകൊണ്ട് വരാൻ പറ്റുമോ? അപ്പോൾ നിഴലുണ്ടെന്ന് നമുക്ക് തോന്നുകയാണ്. യഥാർത്ഥത്തിൽ നിഴലുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നും പറയാം, ഉണ്ടെന്നും പറയാം. അതുകൊണ്ടാണ് അതിനെ മായ അല്ലെങ്കിൽ മിഥ്യ എന്ന് പറഞ്ഞത്. എവിടെയാണ് നമ്മൾ തുടങ്ങിയത്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ബ്രഹ്മം സത്യമാണെന്ന് ബോധ്യം വരുമ്പോൾ ഇത് മിഥ്യയാണെന്നുള്ള അറിവ് വരും. ഇത് ബിംബം സത്യമാണെന്ന് ബോധ്യം വരുമ്പോൾ പ്രതിബിംബം മിഥ്യയാണെന്ന് ബോധ്യം വരും. ഇപ്പോൾ ശരീരം എന്ന് പറയുന്ന കണ്ണാടി, അതിൻ്റെ ഫ്രെയിം, അതിനുള്ളിലെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ഇങ്ങനെ ചില്ല് എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ എന്ത് പറ്റി? ശരീരമാകുന്ന ഉപാധി ഇല്ലാതായി, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്ന് പറഞ്ഞ ഉപാധി ഇല്ലാതായി. അപ്പോൾ പ്രതിബിംബത്തിന് ഉപാധി ഇല്ലാതായപ്പോൾ ആ പ്രതിബിംബം ബിംബം എന്നുള്ള വ്യത്യാസം ഇല്ലാതായി. അല്ലാണ്ട് പ്രതിബിംബം ബിംബത്തിലേക്ക് ലയിക്കുകയല്ല. മനസ്സിലാവേണ്ട വ്യത്യാസം. പ്രതിബിംബം ബിംബത്തിലേക്ക് ലയിക്കുക എന്ന് പറഞ്ഞാൽ പ്രതിബിംബം സത്യമാണെന്നുള്ള അർത്ഥം വന്നില്ലേ? പ്രതിബിംബം ഉണ്ടെന്നുള്ള അർത്ഥം വന്നു. പ്രതിബിംബം ബിംബത്തിലേക്ക് ലയിക്കുകയല്ല, ബിംബ പ്രതിബിംബഭാവം ഇല്ലാതാവുകയാണ്. ആ ഭേദം ഇല്ലാതായത് എപ്പോഴാണ്? ഉപാധി ഇല്ലാതായപ്പോൾ. ഉപാധി നശിക്കണമെങ്കിലോ? ഉപാധി നമ്മൾ വിചാരിച്ചാൽ നശിക്കില്ല. എത്ര ശ്രമിച്ചാലും ശരി ആ ഉപാധി നമ്മളെ പിടികൂടും. ഉപേക്ഷിക്കാൻ ശ്രമിക്കും തോറും അത് നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിനെ ഉപേക്ഷിക്കാൻ സാധിക്കുമോ?
അഹങ്കാരത്തിനെ ഉപേക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഉപേക്ഷിക്കാൻ ശ്രമിക്കും തോറും അത് നമ്മളെ പിടിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മനസ്സ് സദാസമയത്ത് അതിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അടക്കാൻ ശ്രമിക്കും തോറും അത് അടക്കാനുള്ള പരിശ്രമം പോലും മനസ്സിൻ്റെ പരിശ്രമമാണ്, അല്ലേ? മനസ്സിനെ അടക്കാൻ പോലും മനസ്സുകൊണ്ടാണ് പരിശ്രമിക്കുക. അപ്പോഴും മനസ്സിന് വില കൂടുകയാണ്. അപ്പോൾ ഈ മനോബുദ്ധി അഹങ്കാരങ്ങളാകുന്ന ഉപാധികളെ സാധാരണഗതിയിൽ സാധാരണ മനുഷ്യർക്ക്, അതാണ് അവിടെ ഗോപിമാരൊക്കെ സ്ത്രീകളായിട്ട് വർണ്ണിച്ചത്. സ്ത്രീ എന്നുള്ള വാക്കിനെ നമ്മൾ സാധാരണ മലയാളത്തിലൊക്കെ സ്ത്രീ എന്ന് പറഞ്ഞാൽ പെണ്ണെന്നുള്ള അർത്ഥത്തിലാണ് പറയുക. അവിടെ അങ്ങനെയല്ല അർത്ഥം. സ ത ര 3 ഗുണങ്ങളോട് കൂടിയത്, സത്വ രജസ്തമോങ്ങളോട് കൂടിയ ജീവഭാവമാണ് ഗോപി. ആ ജീവഭാവത്തിലെ ഉപാധികളെ ഇല്ലാതാക്കണം. ഉപാധികളെ നശിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നശിപ്പിക്കാൻ സാധ്യമല്ല. കാരണം നമ്മൾ അതുമായിട്ട് അത്രയധികം ഇഴുകി ചേർന്ന് പോയി. ഇഴുകി ചേർന്നുകൊണ്ട് അതിനെ വേർതിരിച്ചെടുക്കാൻ പ്രയാസം. പാലും വെള്ളവും കൂടി കടന്ന പോലെ എന്നൊക്കെ ഹംസാവതാരത്തിൽ പറയും. പാലും വെള്ളവും കൂടി കടന്നു പോയാൽ പാലിനെയും വെള്ളത്തിനെയും തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ ബോധം ഉപാധികളോട് വല്ലാതെ കലർന്നു പോയതുകൊണ്ട് സാധാരണഗതിയിൽ ഉപാധികളിൽ നിന്ന് വിട്ടു നിൽക്കാൻ നമുക്ക് സാധ്യമല്ല. ഉപാധികളിൽ നിന്ന് വിട്ടാലും തിരിച്ച് വീണ്ടും പെട്ടെന്ന് ഉപാധിയിലേക്ക് തന്നെ പോവും. ഇതാണ് ശിവാനന്ദ ലഹരിയിൽ അങ്കോലം നിജബീജസന്തതി എന്നൊരു ഉദാഹരണം പറയും. അങ്കോലം നിജബീജസന്തതി. അങ്കോലം എന്നൊരു വൃക്ഷമുണ്ട്, അങ്കോലമരം. ഇതിൻ്റെ കായ താഴ്ത്ത് വീണാൽ അത് വീണ്ടും ചാടി എൻ്റെ ഞെട്ടിയിലേക്ക് പിടിക്കുക അത്രേ. എന്നപോലെ ജീവന് അല്പനേരത്തേക്ക് ഉപാധിയിൽ നിന്ന് വിട്ടുപോയാലും ഉടനെ ഉപാധിയിലേക്ക് പോകാനുള്ള വാസനയുണ്ട്. അതാണ് സ്വപ്നാവസ്ഥയിൽ നിന്ന് സുഷുപ്തിയിലേക്ക് പോയാലും സുഷുപ്തിയിൽ നിന്ന് വീണ്ടും ഉടനെ ജാഗ്രതയിലേക്ക് വരാനാ വാസന, അല്ലേ? ജീവൻ ഉപാധി വിടാൻ ഇഷ്ടമല്ല. സാധാരണ രീതിയിൽ അത് എത്ര കൊള്ളരുതാത്ത ഉപാധിയാണെങ്കിലും ശരി, അതാ രസം, അതാണ് കഷ്ടം, അല്ലേ? ഒരു വൃത്തികെട്ട ശരീരമുള്ള ജീവിക്ക് പോലും ആ ശരീരം ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ലല്ലോ, ആണോ? ഏതെങ്കിലും ഒരു ജീവിക്ക് മരിക്കാൻ ഇഷ്ടമാണോ? കണ്ടാൽ നമുക്ക് അറപ്പ് തോന്നുന്ന ഒരു കൃമിക്ക് പോലും അതിൻ്റെ ശരീരം ഉപേക്ഷിക്കാൻ ഇഷ്ടമല്ല, ആണോ? ആലോചിച്ച് നോക്കാം. ഒരു ജീവിക്കും മരിക്കാൻ ഇഷ്ടമല്ല. കാരണം എന്താ? ഉപാധിയുമായിട്ട് ആ ജീവൻ അത്രയധികം ഇഴുകിപ്പോയി. ആ ഉപാധിയെ നമ്മൾ വിചാരിച്ചാൽ സാധാരണഗതിയിൽ നശിപ്പിക്കാൻ സാധ്യമല്ല. സാധിക്കില്ല എന്നല്ല, കുറച്ച് പ്രയാസമാണ്. നേരെ മറിച്ചോ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ തന്നെ ആ ഉപാധികളെ അപഹരിച്ചെടുക്കുകയാണ്. സുധാമാവിൻ്റെ കയ്യിൽ നിന്ന് അവൽ കീഴ് തട്ടിപ്പറിച്ചതുപോലെ ഓരോ ജീവൻ്റെയും ഈ 4 ഉപാധികളെ ഭഗവാൻ എപ്പോഴാണോ അപഹരിക്കുക, അപ്പോൾ ആ ജീവൻ ശുദ്ധഭാവത്തിലായി. അതാണ് അവിടെ ശുദ്ധഭാവ പ്രസാദിത എന്നൊരു വാക്കുണ്ട്. ശുദ്ധഭാവ പ്രസാദിത. ജീവൻ ഉപാധിരഹിതമായ ശുദ്ധബോധമായിട്ട് മാറിയപ്പോൾ ആ ജീവനും ബ്രഹ്മവും രണ്ടല്ലാന്നൊരവസ്ഥ വന്നു. ജീവോ ബ്രഹ്മൈവനാപര. ജീവബ്രഹ്മ ഭാവം ആ വ്യത്യാസം ഇല്ലാതായി. അപ്പോൾ ഈ ഭാവം ഇല്ലാതാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം തന്നെ ജീവൻ നേരത്തെ പറഞ്ഞ പോലെ സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ എന്നുള്ളൊരു ഭാവം വരണം. ഈശ്വരനിൽ സർവ ധർമ്മങ്ങളെ ഉപേക്ഷിച്ച് ഈശ്വരനെ ആശ്രയിക്കാനുള്ളൊരു ഭാഗ്യം വേണം. അതെല്ലാവർക്കും ഉണ്ടോ? നമ്മളിതൊക്കെ പറഞ്ഞാലും ശരി, നമ്മൾ ഒരു ധർമ്മം ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഈശ്വരനെ കിട്ടുകയും വേണം, അല്ലേ? ഒന്നും ഉപേക്ഷിക്കാൻ തയ്യാറില്ല, ഈശ്വരനെ കിട്ടുകയും വേണം. ഗോപിമാരങ്ങനെയല്ല. അതുകൊണ്ടാണ് പ്രമാണം തത്ര ഗോപിക എന്ന്. ഗോപിമാർ പ്രമാണമാണ്. എല്ലാവർക്കും ഗോപിമാരെ പോലെ ആവാൻ പറ്റുന്നൊന്നുമല്ല. പക്ഷെ നമുക്കൊരു മാതൃക വേണ്ടേ? ഉദ്ഗായതീനാം അരവിന്ദലോചനം വ്രജാംഗനാനാം ദിവം അസ്പൃശധ്വനി ദദ്രശ നിർബന്ധന ശബ്ദമിശ്രിതോ. അവരെന്ത് ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ. അവരെന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചു. അവരെന്ത് കാണുമ്പോഴും ഭഗവാനെ കണ്ടു. അവരെന്ത് ചെയ്യുമ്പോഴും അത് ഭഗവാൻ അർപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴോ മറ്റു ധർമ്മങ്ങളൊക്കെ അന്യധർമാൻ തിരസ്കൃത്യ ധർമ്മ പ്രോജ്ജിത കൈതവം. മറ്റു ധർമ്മങ്ങളൊക്കെ വിട്ട് പരമധർമ്മമായ ഈശ്വരപ്രേമത്തിൽ അവരുടെ മനസ്സുറപ്പിച്ചപ്പോൾ അവരറിയാതെ അവരുടെ ഉപാധികളെ ഭഗവാൻ എടുത്തു മാറ്റിയില്ലേ? അവർ പോലും അറിഞ്ഞില്ല. ആലോചിച്ച് നോക്കാം, അല്ലേ? അവരുടെ മനസ്സ് പോയത് അവരറിഞ്ഞില്ല, അവരുടെ ബുദ്ധി പോയത് അവരറിഞ്ഞില്ല, അവരുടെ അഹങ്കാരം പോയത് അവരറിഞ്ഞില്ല, അവരുടെ ചിത്തം പോയത് അവരറിഞ്ഞില്ല. അങ്ങനെ ഉപാധികളൊക്കെ നശിച്ചപ്പോഴോ ആ ജീവൻ ശുദ്ധഭാവത്തിലായില്ലേ? ആ ശുദ്ധഭാവത്തിലായ ജീവനും ബ്രഹ്മവും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും ഒന്ന് തന്നെ. അതാണ് അവസാനം ആ രാസലീലയുടെ ഒരു ഫലശ്രുതി പറയും. ഈ രാസലീല ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന ഒരാൾക്ക്, ഇത് ലീല എന്ന് പറഞ്ഞാൽ എന്താ? ഇനി അതും കൂടി പറഞ്ഞു. രാസലീല എന്നല്ലേ വാക്ക്. ഈ വേദാന്ത സമ്പ്രദായത്തിൽ മായ എന്ന് പറയുന്നത് തന്നെയാണ് ദ്വൈത സമ്പ്രദായത്തിൽ ലീല എന്ന് പറയാം. ലീലയും മായയും സത്യത്തിൽ ഒന്നാണ്. വേദാന്തികൾ തന്നെ മായ എന്ന് പറയും,
ദ്വൈതികൾ അതിനെ ലീല എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ രാസലീല എന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ബ്രഹ്മാനന്ദ ലീല അല്ലെങ്കിൽ ബ്രഹ്മാനന്ദ രസം ഗോപിമാർക്ക് പകർന്നു കൊടുത്തൊരു ലീല ആയതുകൊണ്ട് അതിന് രാസലീല. ഇനി അതിൻ്റെ ഒരു ഫലശ്രുതി പറയും. ഈ രാസലീല കേട്ട് കഴിഞ്ഞാൽ ഹൃദ്രോഗമാശു അപഹിനോതി അചിരേണധീര എന്ന് ഫലശ്രുതി. രാസപഞ്ചാധ്യായി കേട്ട് കഴിഞ്ഞാൽ ഹൃദ്രോഗമില്ലാതാവുന്ന ആ ഫലശ്രുതി പറഞ്ഞത്. ഹൃദ്രോഗം എന്ന് കേട്ടാൽ ഉടനെ നമുക്കിപ്പോൾ 3 അക്ഷരമാണ് ഓർമ്മ വരിക അല്ലേ? ഹൃദ്രോഗം എന്ന് പറഞ്ഞാൽ 3 അക്ഷരമാണല്ലോ. ആ ഹൃദ്രോഗമല്ല. ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ രോഗം അഹങ്കാരമാണ്. നമ്മൾ പറയും കാമം, ക്രോധം, ലോഭം എന്നൊക്കെ പറയും. നമ്മളങ്ങനെയുള്ള ധാരണ സാധാരണ അങ്ങനെയാണ് പറയുക. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം ഹൃദ്രോഗങ്ങളായിട്ട്. പക്ഷേ ഈ കാമവും ക്രോധവും ലോഭവും മോഹവും മതവും മാത്സര്യവും എല്ലാം അഹങ്കാരത്തിനെ ആശ്രയിച്ചിട്ടാണ് നിൽക്കുക. ശരിയല്ലേ? അഹങ്കാരം ഇല്ലാത്ത ആൾക്ക് കാമമുണ്ടോ? അഹങ്കാരം ഇല്ലാത്ത ആൾക്ക് ക്രോധമുണ്ടോ? ഉണ്ടോ? ഇപ്പോൾ ഈ മേശയ്ക്ക് വല്ല കാമമുണ്ടോ, വല്ല ക്രോധമുണ്ടോ? മേശയ്ക്ക് എന്താ കാമക്രോധങ്ങളില്ലാത്തത്? അതിന് അഹങ്കാരമില്ല. ഒരാൾ സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഉണരുന്നത് കാമവും ക്രോധവും ഒന്നുമല്ല, അഹങ്കാരമാണ് ആദ്യം ഉണരുക അല്ലേ? അഹങ്കാരത്തിന് ആലംബമാക്കിക്കൊണ്ടാണ് കാമക്രോധാദികൾ നിൽക്കുക. അപ്പോൾ മനസ്സിൻ്റെ ഏറ്റവും വലിയ രോഗം എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങളുടെയും കാരണമായിട്ടുള്ള രോഗം എന്താണെന്നറിയോ? അഹങ്കാരമാണ്. അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? അഹം ബ്രഹ്മ എന്നുള്ള അഹങ്കാരമാണെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോകും അല്ലേ? അതല്ല, അഹം ജീവ, അഹം ശരീര, അഹം മന, അഹം ബുദ്ധി അല്ലേ? ഈ അഹങ്കാരത്തിനെ ഇല്ലാതാക്കും രാസലീല കേട്ടാൽ. അതെങ്ങനെ ഇല്ലാതാക്കും? ഭഗവാൻ തന്നെ ആ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം തുടങ്ങിയ ഉപാധികളെ ഭഗവാൻ തന്നെ സ്വീകരിച്ച് ആ ജീവനെ ഗോപിമാർക്ക് കൊടുത്ത പരമാനന്ദം ആ ജീവന് ഭഗവാൻ അനുഭവിച്ചു കൊടുക്കുന്നതാണ്. ഇതൊരു കഥയല്ല. നമ്മളങ്ങനെ വിചാരിക്കും. രാസലീല കേൾക്കേണ്ടതല്ല. ഞാൻ അങ്ങനെ വിചാരിക്കരുത്. രാസലീല കേട്ട് മനസ്സിലാക്കേണ്ടതല്ല. അങ്ങനൊരു കഥ തന്നെയുണ്ടല്ലോ. കാശി വിശ്വനാഥൻ്റെ മുമ്പിൽ ഒരു മഹാത്മാവ് ഒരു ഓല എഴുതി സമർപ്പിച്ചു അത്രേ. ഈ രാസലീലയുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മറുപടി കിട്ടിയതാണ്. അഹം വേത്തി ശുഗോ വേത്തി രാജാ വേത്തി ന വേത്തി വ ശ്രീധര സകലം വേത്തി ശ്രീ നൃസിംഹപ്രസാദനാൽ. ഈ രാസലീലയുടെ അർത്ഥം അഹം വേത്തി, എനിക്കറിയാമെന്ന്. ആർക്ക്? മഹാദേവനറിയാം, ശ്രീ മഹാദേവനറിയാം. ശുഗോ വേത്തി, ശ്രീശുകന് ഈ രാസലീലയുടെ അർത്ഥം അറിയാം. രാജ, കഥ കേട്ട പരീക്ഷിത് മഹാരാജാവിന് അറിഞ്ഞില്ലേ സംശയമാണെന്ന്. കാരണം പരീക്ഷിത്ത് സംശയം ചോദിക്കുന്നുണ്ട്. പിന്നെ വേറൊരാൾക്കെല്ലാം അറിയാം. ശ്രീധര സകലം വേത്തി, ശ്രീധരസ്വാമികൾക്ക് രാസലീലയുടെ അർത്ഥം അറിയാം. ഭാഗവത്തിൻ്റെ ഏറ്റവും പ്രാമാണികമായ വ്യാഖ്യാനം എഴുതിയ ശ്രീധരസ്വാമികൾക്ക് ഈ രാസലീലയുടെ അർത്ഥം അറിയാം. എങ്ങനെ? ശ്രീ നൃസിംഹപ്രസാദനാൽ, നരസിംഹമൂർത്തിയുടെ പ്രസാദം കൊണ്ട് രാസലീലയുടെ അർത്ഥം അദ്ദേഹത്തിന് അറിയാവുന്നതാണ്. ഇപ്പോൾ രാസലീല പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല, കേട്ടറിയേണ്ടതല്ല, അനുഭവിക്കേണ്ടതാണ്. ഈ അനുഭവം ഇന്നും അനേകം മഹാത്മാക്കൾക്കുണ്ട്. വൃന്ദാവനത്തിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെ നിധിവൻ എന്നൊരു പ്രദേശമുണ്ട്, നിധിവനം. ആ നിധിവനത്തിൽ ഇന്നും രാസലീല നടക്കുന്നു എന്നാണ് സങ്കല്പം. അനേക കോടി ജീവാത്മാക്കൾ ആ പരമാനന്ദ അനുഭവം ഇന്നും അനുഭവിക്കുന്നു എന്നാണ് ഭക്തന്മാരുടെ ഒരു അനുഭവം. അതുകൊണ്ട് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടൊരു ഗോപി, ജീവനാകുന്ന ഗോപി അല്ലേ? നമ്മുടെ ജീവൻ തന്നെയാണ് ഗോപി. ആ ജീവനാകുന്ന ഗോപിയുടെ 4 ഉപാധികളെയും അപഹരിച്ച്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം, ശരീരാഭിമാനം, ഈ ഉപാധികളെ മുഴുവൻ അപഹരിച്ച് ശ്രീ ഗുരുവായൂരപ്പ അവിടുന്ന് എല്ലാ ദിവസവും നടത്തുന്ന അതിമനോഹരമായ ആ രാസലീലാ രംഗത്തേക്ക് ഈ ജീവനാകുന്ന ഗോപിയെയും വിളിച്ചു വരുത്തി അന്ന് ഗോപിമാർക്ക് പകർന്നു കൊടുത്ത ആ പരമാനന്ദം ഞങ്ങൾക്കും അനുഭവപ്പെടുത്തി തരണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഭക്തന്മാർക്കൊക്കെ ആ അനുഭവം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ സമർപ്പിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരി ഓം നമോ നാരായണായ. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.